ഒന്ന് പുറത്തു പോയി. ഇപ്പൊ ഞാൻ സാറിന്റെ മെഡിറ്റേഷൻ ക്ലാസ്സിന് ഇതിനൊക്കെ പലതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ സാധാരണ എനിക്ക് ഒരുപാട് ഇഷ്യൂസുകളൊക്കെ വന്നിട്ട് കുറച്ചൊരു ഉൾവലിഞ്ഞൊരു സ്വഭാവമായിരുന്നു. പക്ഷെ ഇന്ന് കുറേ ആൾക്കാരെ കാണാൻ പോയി, കുറേ അറിയുന്ന വീട്ടുകാരൊക്കെ കാണാൻ പോയി. പക്ഷെ അവരൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഭയങ്കര ഒരു പോസിറ്റീവ്. നിങ്ങളുടെ മുഖത്ത് പ്രായം കുറവ്, വാക്കുകളില് നല്ല പ്രസരിപ്പ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ദിനേശ് സാറിന്റെ മെഡിറ്റേഷനും കാര്യത്തിനൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ അവർക്കാണെങ്കിലും നമ്മളെ കാണുമ്പോ ഭയങ്കര സന്തോഷം, വിളിച്ച് ചായയും കടിയും ഒക്കെ തരുന്ന എന്തൊക്കെയാ. അപ്പൊ മക്കളിത് കണ്ടിട്ട് പറയാ, എന്തൊരു ബഹുമാനല്ലേ അമ്മയോട്, അവർക്കൊക്കെ എന്താ തരണ്ടേന്ന് അറിയില്ല, ഞങ്ങൾക്കും ബഹുമാനം തോന്നുന്നു അമ്മയോട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് സത്യം പറയട്ടെ, സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ആ ഒരു പോസിറ്റീവ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ വയ്യ. എവിടെയോ ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, തുറന്ന് ഞാൻ പറയാം നിങ്ങളോട്. ഞാനൊരു അധ്യാപികയാണ്, ശരി തന്നെ. പക്ഷെ എന്നാലും എവിടെയോ എന്നെ കൊടുത്തി വരിക്കുന്ന എവിടെയോ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അതങ്ങോട്ട് പോയിട്ട് സത്യം പറയുകയാണെങ്കിൽ, സത്യം പറയാട്ടോ, വളരെ വൈബായിട്ട് ആൾക്കാരോട് പെരുമാറാനും അവർക്കൊരു പോസിറ്റീവ് കൊടുക്കാനും നമുക്ക് കഴിയാന്ന് പറഞ്ഞാൽ അത് സാറിന്റെ ഒരു ക്ലാസ്സിൽ നിന്ന് കിട്ടിയ. സത്യം പറയാം, ഇപ്പൊ ഞാൻ ക്ലാസ്സിലൊന്നും ഇല്ല, എന്നാലും നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാട്ടോ കേറിയത്. തുറന്ന് ഞാൻ പറയാം, സാറിന്റെ മുഖത്തുനിന്ന് കിട്ടുന്ന ഒരു പവറുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു പവറുണ്ട്. അത് കിട്ടാൻ വേണ്ടിട്ട് സാറിനൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടാൽ നമുക്കുണ്ടാവുമല്ലോ ഒരു അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാല് ഒരു എന്താ പറയാ, നമ്മൾ ഉള്ളിലേക്ക് നോക്കുമ്പോ ഒരു ചൈതന്യം അവിടുന്ന് ഇങ്ങോട്ട് വരില്ലേ, ആ ഒരു പവർ നിങ്ങൾക്കും ഉണ്ട്. ആ പവർ ഞങ്ങളായിട്ടുള്ള ശിഷ്യരായിട്ടുള്ള എല്ലാവർക്കും കിട്ടുന്നുണ്ട്. അതിന് ഒത്തിരി നന്ദി കേട്ടോ. തീർച്ചയായും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അത് അതിനെങ്ങനെയാ മറുപടി പറയാനൊന്നുമില്ല. ഞാനെന്തോ ഇവിടുന്ന് ഞാൻ പറയാറുണ്ട് എപ്പോഴും, നമ്മൾ അൺകണ്ടീഷണലായിട്ട് ഏതൊരു കാര്യത്തിലേക്കും ഒരു കണ്ടീഷൻസ് ഇല്ലാതെ നൽകുമ്പോൾ അത് നിങ്ങളിലേക്ക് എത്തുന്നതും അതുപോലെ കണ്ടീഷൻ ഇല്ലാതെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ കണ്ടീഷൻ വെക്കുമ്പോൾ നിങ്ങൾക്കും ലഭിക്കില്ല. ഇത് കണ്ടീഷൻ വെച്ചവർക്ക് കിട്ടുകയില്ല. അൺകണ്ടീഷണലായിട്ട് സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ എനിക്കും ലഭിക്കും, ഞാൻ നിങ്ങൾക്കും നൽകുന്നു. ഞാൻ പറയാറുണ്ട്, ഇന്നും ഞാനൊരു ചാലകം മാത്രമാണ്, എനിക്ക് ലഭിക്കുന്നതിനെ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പകർന്നു നൽകുന്നത് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അൺകണ്ടീഷൻ, ഇവിടെ പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങൾ അൺകണ്ടീഷണലായി അത് സ്വീകരിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുള്ള മാറ്റം ഉണ്ടാകുന്നു. താങ്ക് യു വെരി മച്ച് ലീബ. അടുത്ത ആരെങ്കിലും സംസാരിക്കാനുണ്ടോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോ. ഹലോ സാറേ, എന്റെ പേര് അമ്പിളി എന്നാണ് സാറേ. ഹോപ്പനപ്പുഴ ക്ലാസ്സിൽ ഞാൻ ചേർന്ന് അന്ന് ഞാൻ സാറിനൊരു മെസ്സേജ് ഇട്ടിരുന്നു, 9 വർഷമായി ഞാൻ എൻ്റെ ഫ്ലാറ്റ് വിൽക്കാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ല എന്ന്. അപ്പൊ സാറ് പറഞ്ഞു അത് നടന്നോളും എന്ന് പറഞ്ഞു. അപ്പൊ ആരും വരാതിരുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇത് മാത്രം സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചും മെഡിറ്റേഷൻ ചെയ്തും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഒരു 3-4 ആൾക്കാരെങ്കിലും വന്നു. ഇപ്പോൾ ഞാനൊരു 20 ലക്ഷം കിട്ടണമെന്നാണ് എഴുതി വെച്ചത്. അപ്പൊ ഇപ്പോൾ 18.5-ന് ഒരാൾ എടുക്കാനായിട്ട് വരുന്നുണ്ട് സാറേ. എൻ്റെ അടുത്ത് ഇതിന്റെ ദസ്താവേജിന്റെ പ്രമാണത്തിന്റെ കോപ്പിയൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പൊ അത് നാളെ ഒരു 2 ദിവസത്തിനുള്ളിൽ ഒക്കെ ശരിയാവും എന്നെന്റെ മനസ്സ് പറയുന്നു. സാറിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവണം. ഞാൻ 20 ലക്ഷത്തിന് വേണ്ടിയാ പറഞ്ഞത്, എഴുതി വെച്ചത്. അപ്പൊ ഇപ്പൊ 9 വർഷം കൊണ്ട് നടക്കാത്തൊരു കാര്യം ഇപ്പൊ ഒരു 2 ആഴ്ച കൊണ്ട് ഇത്രയും വരെ എത്തിയെങ്കിൽ അത് സാറിന്റെ പവർ തന്നെയാണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അത് നടക്കും. അന്നേരം തന്നെ നമ്മൾ പറഞ്ഞു, നടക്കുന്നതിന് യാതൊരു തർക്കമില്ല, നടക്കുക ചെയ്യും. പക്ഷെ എമൗണ്ടിൽ കുറച്ച് കോംപ്രമൈസ് ചെയ്താൽ നടക്കും. തീർച്ചയായും. താങ്ക് യു. പറഞ്ഞു വത്സമ. സാർ, ഞാൻ നേരത്തെ സാറിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് എന്റെ കാര്യങ്ങളൊന്നും നടന്നില്ല. ഞാൻ 18 ക്ലാസ്സിന് 2020 ഫുൾ മൂണും സെവർ എലിമെന്റ്സും മണി ബ്ലോക്കും എല്ലാം ഞാൻ ചെയ്തു. എന്താണെന്നറിയില്ല സാർ, എനിക്ക് ഒന്നും അങ്ങോട്ട് ഇതുവരെ ശരിയായിട്ടില്ല. ശരിയാവത്തിന് കാരണം ഞാൻ പറഞ്ഞു, ഇപ്പൊ ഫസ്റ്റ് തന്നെ പറഞ്ഞു. എന്താ സാർ? ഫസ്റ്റ് ലീബിന മോൾ പറയുമ്പോൾ അതിന് മറുപടിയാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾ കണ്ടീഷൻ വെച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് കണ്ടീഷൻ ആയിരിക്കും. നിങ്ങൾ കണ്ടീഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം നോർമലി ലഭിക്കും. ലഭിക്കാത്തതിന്റെ പ്രധാന കാരണം നിങ്ങൾ ചില മാലിന്യങ്ങളെ അതിനകത്ത് വിട്ടുകൊടുത്തില്ല എന്നുള്ളതാണ്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്ന കാര്യവും. നിങ്ങളിൽ നിൽക്കുന്ന അവരവരിലുള്ള ചില മാലിന്യങ്ങളെ നിങ്ങൾ റിമൂവ് ചെയ്യാത്തിടത്തോളം കാലം അവിടേക്ക് മറ്റു നല്ല പലവട്ടം ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞതാണ് ഈ മാലിന്യങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്നുള്ളത്.
അവിടേക്ക് നിങ്ങൾ ആ മാലിന്യങ്ങളെ കളയാത്തിടത്തോളം കാലം നിങ്ങൾ പുതിയത് എന്തുകൊണ്ട് നിറച്ചാലും വർക്ക് ചെയ്യില്ല. മാലിന്യങ്ങൾ കളയുക അല്ലെങ്കിൽ അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങൾ വിട്ടുകൊടുക്കുക എന്ന പ്രക്രിയ പറ്റാത്തവർക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുകയില്ല. കുറച്ചും കൂടി കേട്ടോളൂ. ഇന്നത്തെ ക്ലാസ്സിലും അത് തന്നെയാണ് പറയുന്നത്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. താങ്ക് യു. ചെയ്യണം സാറ്. ഞാൻ ഏത് അല്ല, ക്ലാസ്സിലായിട്ട് നിങ്ങൾ ചെയ്യും? ചെയ്യുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അതാവണമെന്നില്ലല്ലോ. നിങ്ങൾക്ക് തോന്നിയത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ റിസൾട്ട് വന്നിരിക്കും. വേറെ വിടവറൊന്നും ചെയ്യാനില്ല. നിങ്ങളത് ക്ലിയർ ആണെങ്കിൽ റിസൾട്ട് ഉണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ ചെയ്യുന്നു എന്ന് ഭാഗികമായിട്ട് കാര്യമില്ലല്ലോ. ആന്തരികമായി അകത്ത് നടക്കണ്ടേ. അകത്ത് നടക്കുക വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം നിങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന്. പക്ഷെ അതിനൊക്കെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട്. ശ്രദ്ധിച്ചാൽ പറ്റും. അത് നിങ്ങൾക്ക് അത് അല്ല, ഒരു കാര്യമുണ്ട്. നിങ്ങളതിൽ കുറ്റപ്പെടുത്തുകയല്ലേ പറയേണ്ടത്. എല്ലാവർക്കും അത് മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. മനസ്സിലാവുന്നിടത്ത് മാറ്റം തുടങ്ങും. അതിന്റെ സമയവും സന്ദർഭവും സാഹചര്യം ഒക്കെ ഒത്തുവരുമ്പോ മനസ്സിലാവും. വെയിറ്റ് കേട്ടോ. ഓക്കെ, ശരി. എന്നാ അപ്പൊ തുടങ്ങാം. ക്ലാസ്സിലേക്ക് വരുന്നില്ല എല്ലാവർക്കും? സാറേ, ഞാൻ ഗുജറാത്തിൽ നിന്ന് ശൈലജയാണേ. ആ, എനിക്ക് ലീവ് കിട്ടി കേട്ടോ സാറേ. കിട്ടിയല്ലേ? എന്നാ വിടുക? എന്നാ യാത്ര? മൺഡേ രാവിലെ കയറും. മൺഡേ രാവിലെ 4:45-ന്. സന്തോഷം. സാറ് എവിടെയാ? ദുബൈയിലാണോ അബുദാബിയിലാണോ സാറേ? അബുദാബി. ഇപ്പോൾ അബുദാബി. എന്റെ ചേച്ചിയുടെ മോന് അബുദാബിയിലാണ്. അവനിപ്പം നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറ് വരുന്നുണ്ടെന്ന്, മോൻ ഇങ്ങോട്ട് വന്നാലേ സാറിനെ മീറ്റ് ചെയ്യാം വായു എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അപ്പം നോക്കട്ടെ എന്ന് പറഞ്ഞു. വന്നേ ഉള്ളു, ഒരാഴ്ച ആയുള്ളൂ. അപ്പം കുട്ടിയുടെ ജീവിതത്തിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാറേ. ഇപ്പം കല്യാണം കഴിഞ്ഞ് 1 വർഷമേ ആയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സാറിന്റെ നമ്പർ തരാം, മോനുമായിട്ടൊന്ന് സാറുമായിട്ട് സംസാരിക്കും മോൻ, എന്നിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളൊത്തിരി ടെൻഷനിലുവാ. നോക്കാം നമുക്ക്. ഓക്കെ സാർ. എഞ്ചിനീയർ ആണ്, മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അബുദാബിയിലായി. ഇപ്പം പുതിയൊരു കമ്പനിയിലേക്ക് കയറാനായിട്ട് എറണാകുളത്ത് വന്നൊരു കോഴ്സ് 2.5 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ ഒരു കോഴ്സ് ചെയ്തേച്ച് പോയി. ഇപ്പം ഏപ്രിൽ ഫസ്റ്റ് വീക്ക് എന്തോ അവന് കയറാം. പക്ഷെ ഈ ഫാമിലിയിൽ എന്തോ പ്രോബ്ലം കൊച്ചിനുള്ളത് കൊണ്ട് അവൻ ഇങ്ങനത്തെ ഇപ്പൊ മാറി കയറാനായിട്ട് നാട്ടിലേക്ക് വന്നതാ. നോക്കാം നമുക്ക്. തൃശ്ശൂർ കാണാം. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. കുബേര ഭഗവാന്റെ ടെക്നിക്ക് ഭയങ്കര പവർഫുൾ ആയിരിക്കുമല്ലോ. അത് കുബേരനല്ലേ, നമ്മളാരും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ചന്ദ്രിക. കുബേരൻ ചെയ്തുകൊള്ളുമല്ലോ. ഓബ്വിയസ്ലി ആയിട്ടും അത് നടക്കും. ഓക്കെ, താങ്ക് യു. നാളത്തെ ഒപ്പനപ്നോ മെഡിറ്റേഷൻ ചെയ്യണം. സാറേ, എനിക്ക് കൊടുങ്ങല്ലൂരിന്ന് കൂട്ടുണ്ട് കേട്ടാ. ഭഗവതിയെ കൂട്ടണോ? കൊടുങ്ങല്ലൂരാണെന്നൊക്കെ പറഞ്ഞപ്പോ ഭഗവതിയെ കൂടി കൂട്ടുന്നോ? ആരെ? ഭഗവതിയെ? അതെപ്പോഴും എന്റെ കൂടെ ഉണ്ട്. എന്റെ കൂടെ ഉണ്ട്. അന്ന് പറഞ്ഞില്ലേ എനിക്ക് 72 വയസ്സായത് കൊണ്ട് പവർ അങ്ങനെ കിട്ടില്ല എന്നൊക്കെ. അതൊന്നും അല്ല എനിക്കിപ്പോ കാര്യം. എന്റെ ബ്രദേഴ്സ് പറയണേ, മൂത്ത ബ്രദേഴ്സ് 3 പേരുണ്ട്. അവര് പറഞ്ഞു നീ ഭയങ്കര വാചകടിയായല്ലോ. ഞാൻ ഏറ്റവും പാവായിരുന്നു 10 പേരില്, മിണ്ടിലായിരുന്നു അധികം. പിന്നെ ടീച്ചറൊക്കെ ആയിപ്പോ കുറച്ചും കൂടി പഠിക്കുന്ന കാലത്തും അധികം മിണ്ടിലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര വായാടിയായി എന്നൊക്കെ പറയുന്നവര് ബ്രദേഴ്സ് ഒക്കെ വിളിക്കുമ്പോ ഞാൻ ഭയങ്കരമായിട്ട് അവരോട് സംസാരിക്കും, എതിർത്തൊക്കെ സംസാരിക്കും. നമ്മുടെ പൈസയൊക്കെ കുറെ പോയിട്ടുണ്ടേ, ഇത് ഇതില് പാർട്ടീഷനൊക്കെ വെച്ചപ്പോ. അപ്പൊ ഞാനൊന്നും മിണ്ടില്ല. എന്റെ സിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞെങ്കിലും ഞാനൊന്നും മിണ്ടില്ലായിരുന്നു. കിട്ടിയത് മേടിച്ചു പോന്നു. പക്ഷെ അതിപ്പോ ഞാൻ അതിനെ പറഞ്ഞ തർക്കമൊക്കെ പറയുന്നുണ്ട്. തരുന്നില്ല, കിട്ടുന്നില്ല. ഞാൻ എന്റെ പൈസ നശിപ്പിക്കുന്നതിന് അവര് എന്റെ അടുത്ത് കുറെ പണിങ്ങിയിട്ടുണ്ട്. മോനിങ്ങനെ നല്ലപോലെ കൊടുക്കുന്നു, ആവശ്യമില്ലാണ്ട് കൊടുക്കണു, അവനെ ചീത്ത ആക്കുന്നു. ഇപ്പൊ പറയുന്നേ മെഞ്ഞാറമൂടുള്ള അഫാന്റെ പോലെ ആവാഞ്ഞത് ഭാഗ്യം എന്നൊക്കെ പറയുന്നു. മകൻ കുറെ പൈസയൊക്കെ ബിസിനസ് ചെയ്തൊക്കെ കളഞ്ഞേ, ജോലിക്ക് പോകണ്ട്. കപ്പലിൽ ജോലി ഉണ്ടായി, ഇപ്പൊ കപ്പലിലെ എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെയാണ്, എന്നും പൈസ ചോദിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ വേറൊരു എന്തോ എറണാകുളത്ത് എന്തോ ഒരു ബസ്, പക്ഷെ ആ ഫീൽഡ് നല്ലതല്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും സങ്കടം. അപ്പൊ ഞാൻ ഏറ്റവും താന്ന് കെടുക്കുക ഇപ്പൊ 10 പേരില്. അപ്പൊ എല്ലാവർക്കും സങ്കടമുണ്ട്. ഇപ്പൊ ഞാൻ തർക്കിച്ചു തുടങ്ങി. ആ പൈസയൊക്കെ ഇങ്ങോട്ട് തരാനൊക്കെ പറയും ഞാൻ.
പെൺകുട്ടികൾക്കൊക്കെ വളരെ കുറച്ച് കൊടുത്തുള്ളൂ, എന്ത് വെച്ചാ തുടങ്ങിയത്? തന്നുള്ളൂ. എന്ത് പറയാനാ തുടങ്ങിയത്? ഏ ഏ എന്ത് പറഞ്ഞിട്ടാ ഇപ്പൊ അപ്പൊ ഇപ്പൊ തുടങ്ങിയത്? സംസാരം തുടങ്ങിയത് എന്താ? തുടങ്ങിയത് ഞാൻ പറയുന്നു, എന്റെ ബ്രദേഴ്സ് പറഞ്ഞു ഞാനിപ്പോ കുറച്ച് വാചകടിക്കാരി ആയിരുന്നു. ഞാൻ ഒറ്റക്കല്ല എന്നല്ലേ പറഞ്ഞത് ആദ്യം തുടങ്ങിയത്? ഞാനിപ്പോ ഒറ്റക്കല്ല വരാന്നല്ലേ പറഞ്ഞു തുടങ്ങിയത്? അത് ആ ബാക്കി അതിങ്ങനെ ഒരു കാര്യമുണ്ട്, അതിൽ നിന്ന് വിഷയം മാറിപ്പോയിട്ടാ. സോറി സോറി സോറി, ഐ എം സോറി. അതെന്താ പറയണ്ടെന്ന് ഒരു ഇതില്ലായിരുന്നു. അപ്പൊ എനിക്ക് കൂട്ടുണ്ട്, എന്നെ വിളിച്ചിരുന്നു കൊടുങ്ങല്ലൂരിന്ന് ഒരുമിച്ച് പോവാന്നൊക്കെ പറഞ്ഞു. അവരിതിലുണ്ട്, പക്ഷെ അധികം സംസാരിക്കില്ല. അതുകൊണ്ട് എനിക്കറിയില്ല, പേര് പറഞ്ഞെങ്കിലും ഞാൻ മറന്നുപോയിട്ടാ. ഞങ്ങൾ രണ്ടുപേരും കൂടി വരും. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എനിക്ക് സന്തോഷമായി, കൂട്ടുണ്ടല്ലോ. താങ്ക് യു. എന്തായാലും താങ്ക് യു. നിങ്ങളെ കാണാൻ പറ്റുന്നതിന് ഞാൻ സന്തോഷം. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാൻ ധാരാളം എഴുതുന്നുണ്ട് കേട്ടാ. പുസ്തകം ഒരു കെട്ടുണ്ട് ഇപ്പൊ. പുസ്തകം പബ്ലിഷ് ചെയ്ത് കളയാം. ഞാൻ എഴുതും, കാര്യം ഉണ്ടായില്ലെങ്കിലും ഞാൻ മരിക്കുന്നത് വരെ എഴുതിക്കൊണ്ടിരിക്കും, പേന പിടിക്കാൻ പറ്റുന്ന സമയം വരെ. രമാദേവിയായിരിക്കും നിങ്ങളുടെ കൂടെ വരുന്നത്. രമാദേവി അല്ലല്ലോ, ജെ വെച്ചിട്ടുള്ള ഒരു പേരെ പറഞ്ഞേ. അടുത്താണ്, ഇവിടുന്ന് അധികം ദൂരില്ല. ഭഗവതിയുടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗം അവരും കിഴക്ക് ഭാഗം ഞാൻ. എത്ര വ്യത്യാസമുള്ളൂ, നടന്നു പോകാനുള്ള വഴിയുള്ളൂ. രമാദേവി തന്നെയാണ് സാറേ. അതാ രമാദേവി തന്നെയാണ്. രമാദേവി തന്നെയാണ്, പേര് പുറത്തുനിന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടപ്പോ, ഒരുമിച്ച് വരാന്നൊക്കെ പറഞ്ഞപ്പോ. എന്താ നിഷ്കളങ്കത നോക്കൂ. ആരാ പറഞ്ഞേ കുമാർ സാർ? ആരാ നിങ്ങളാ പറഞ്ഞേ പ്രായം കൂടിയാ നിഷ്കളങ്കത കുറയുന്നു? പ്രായം കൂടിയാണ് നിഷ്കളങ്കത ആവുക കൂടുതൽ. അറിയാം, ആരാ എന്നോട് എന്റെ മോന്റെ വായേന്ന് അങ്ങനെ വീണെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്റെ മോൻ എന്താ പറഞ്ഞ സാറിനെ തന്നെയാണ് കേട്ടാ പറഞ്ഞത്. സാറെന്ന് വിളിക്കുമ്പോ എന്തോ ഒരു വിഷമം. സന്തോഷം. സാറെന്ന് വിളിക്കണ്ട, നമ്മൾ തീരുമാനിച്ചല്ലേ സാറെന്ന് വിളിക്കില്ലെന്ന്. അപ്പൊ ഇനി കാണാം, സൺഡേ കാണാമല്ലോ. തിങ്കളാഴ്ച സൺഡേ കാണാം. എല്ലാവർക്കും താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അല്ലേ, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മള് ചെറിയ ഒന്ന് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച, ഒരു വയസ്സും കൂടി എന്റെ ക്ഷീണമൊക്കെ ആയിരുന്നു. ആ ക്ഷീണം ഒന്ന് ഇറക്കി വെച്ചു അല്ലെ. നമുക്ക് വയസ്സ് കൂടുമ്പോ പ്രത്യേകിച്ച് ക്ഷീണം വരില്ല, സങ്കടമായിപ്പോയി. ഒരു വയസ്സ് കൂടിയല്ലോ. സന്തോഷം. ഓക്കെ, ഏതായാലും നല്ല ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ നമ്മൾ നടത്തി. ഇനി കുറച്ച് പഴയ പോലെ തമാശകളിൽ പറ്റില്ല കേട്ടോ, കുറച്ച് സീരിയസ് ആയിട്ടോ. വയസ്സൊന്നും കൂടിയുണ്ട്, കുറച്ച് സീരിയസ് ആയേ. നിങ്ങളെ കുറച്ച് പ്രായമൊക്കെ ആയതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആവും എല്ലാ കാര്യങ്ങൾക്കും. പഴയ പോലെ ഒന്നും അങ്ങനെ ഇതാക്കി വിടുകയൊന്നുമില്ല. ഓക്കെ, നമ്പറാണ്, എല്ലാം ഒരു നമ്പറാണ്. പ്രജീഷ, ജീവിതം തന്നെ ഒരു നമ്പർ അല്ലേ. അപ്പൊ ഇന്ന് നമുക്ക് വീണ്ടും ചില കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങാം സന്തോഷത്തോടു കൂടി. അപ്പോൾ തയ്യാറായവർ പുതിയ കാര്യങ്ങൾ അറിയാനും ജീവിതത്തിൽ മനസ്സിലാക്കാനും, അതുപോലെ സീരിയസ് ആവാൻ എനിക്ക് അറിയില്ല. സീരിയസ് ആവണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, സീരിയസ് ആവാൻ അറിയണ്ടേ. അപ്പോ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ ജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ എപ്പോഴും പ്രതിജ്ഞാബദ്ധരാണ് എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ജീവിതത്തിന്റെ തുടക്കമാണ്. ഓരോ ദിവസവും പുതിയ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ അല്ലെങ്കിൽ അനുഭവിക്കാനുള്ള ദിവസമാക്കി മാറ്റിക്കൊണ്ട് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ 1-2 കാര്യങ്ങൾ പറഞ്ഞു പോകാം. അടുത്ത ഞായറാഴ്ചയാണ് നമ്മുടെ ഇടിവെട്ട് പരിപാടി. അതുകൊണ്ട് ഇനി ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പിന്നെ അവസാനം കുറ്റപ്പെടുത്തിട്ട് ഇനി സാറെ കൊല്ലത്ത് വരുമോ, സാറെ കണ്ണൂര് വരുമോ, സാറെ തിരുവനന്തപുരം വരുമോ എന്നൊന്നും തിരിച്ചു ചോദിക്കാൻ നിൽക്കരുത്. ഇപ്പൊ തൽക്കാലം ഇനിയിപ്പോ വേറെ ഒരു പ്ലാനും ഇല്ല. അടുത്ത കാലത്ത് ഞാൻ ഏപ്രിൽ നാട്ടിൽ വന്ന മുഴുവൻ കറക്കായിരിക്കും. മെയ്യിൽ വന്ന ഞാൻ മോളെയും കൊണ്ട് ഇന്റർനാഷണൽ ട്രിപ്പായിരിക്കും. അതുകൊണ്ട് ക്ലാസ്സുകളൊക്കെ കുറച്ച് കുറവായിരിക്കും ഇവിടെ. പിന്നെ ഇനി ഏപ്രിൽ മെയ് ജൂണൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ എന്തെങ്കിലും ഒരു പ്രോഗ്രാം പറ്റി ആലോചിക്കുള്ളൂ എന്നുള്ളതാണ് അറിയിക്കാറില്ല. പക്ഷെ ഒരു കാര്യം കൂടിയുണ്ട്, തൃശ്ശൂർ പ്രോഗ്രാം ക്ലാസ്സുകൾ എത്രത്തോളം എന്തൊക്കെയോ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നു. അവിടെ കേക്ക് കട്ട് ചെയ്യുന്നോ, എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നോ, എന്തൊക്കെയോ പരിപാടി കേൾക്കുന്നുണ്ട് ഇവര്. പുസ്തക പ്രകാശനം, ഇത് സെലിബ്രിറ്റി വരുന്നു. ഇതൊക്കെ കൂടിയിട്ട് ഞാനിപ്പോ ആലോചിക്കും ക്ലാസ് ഞാൻ എത്ര മണിക്കൂർ നടത്തും എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിഷയം. കാരണം സമ്പത്തിനെ പറ്റി മണി മാജിക് അല്ലെ, സീക്രട്ട് ഓഫ് മണി മാജിക് ആണ് നമ്മുടെ കോൺസെപ്റ്റ്.
മണി അത്രയും നന്നായിട്ട് മനസ്സിലാക്കാനുള്ള വലിയ വിശദമായിട്ടൊരു ക്ലാസ് ആണ് ഞാൻ ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനെത്രത്തോളം സമയം തികയുമെന്നാണ് ഒരു വിഷയം. അപ്പൊ ഞാൻ ടൈം തുടങ്ങുന്ന സമയം 8:30 മണിക്കേക്ക് മാറ്റിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. 8:30 മണിക്ക് നിങ്ങൾ എല്ലാവരും എത്തുമോ എന്നുള്ളത് ഒന്നുകൂടി കൺഫേം ചെയ്യാം. ഞാൻ നാളെ വൈകുന്നേരം ഒരു 4-5 മണി സമയത്ത് നമ്മൾ ഇപ്പോൾ നിലവിൽ ബുക്ക് ചെയ്ത എല്ലാവരെയും വിളിച്ച ഒരു സൂം മീറ്റിംഗ് ഉണ്ട് നാളെ. അഡ്മിൻ അതൊന്ന് നാളെ നോട്ട് ചെയ്തേക്കണേ. നാളെ 5 മണി സമയത്ത് കേട്ടോ, ഈവനിങ് 5 o'clock ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട് സൺഡേ. നമ്മുടെ തൃശ്ശൂർ വരുന്നവർക്ക് ഒന്നൊരു ഐഡിയ ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും എത്ര മണിക്ക് എത്തും, ട്രെയിൻ ടൈം ഏതാണെന്നൊക്കെ നോക്കിയിട്ട് അതിന് വേണ്ട അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊന്ന് ഫൈനൽ ആക്കുക. അതുപോലെ തന്നെ നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഓൾ സെറ്റാണ്. നിങ്ങൾക്ക് വരാനുള്ള സാധനങ്ങൾ റെഡിയാണ്, പുസ്തകങ്ങൾ റെഡിയാണ്, എല്ലാം റെഡിയാണ്. ബുക്ക് പബ്ലിഷിംഗ് കൂടി ഉണ്ട്, നമുക്കറിയാമല്ലോ. നിങ്ങൾക്ക് 3 പബ്ലിഷിംഗ് കൂടി നിങ്ങളാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഓരോ ആളും അതിനുള്ള തയ്യാറെടുപ്പുമായി തന്നെ വരിക. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പവറൊക്കെ വർക്ക് ചെയ്യിപ്പിക്കേണ്ട അവിടെയാണ്. എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ ഹാപ്പിനെസ് മാസ്റ്ററിയുടെ ഭാഗമായി നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ചൊരു വ്യത്യസ്തമായ പ്രോഗ്രാം ആയിരിക്കും. നമ്മൾ സ്ഥിരം ക്ലാസ് എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഗെറ്റ് ടുഗദർ പോലെയുള്ള ഒരു ഗ്രേറ്റ് പരിപാടിയായി മാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ക്ലാസ്സും അതിൻ്റെ ഇടയിൽ ഉണ്ടാവും കേട്ടോ. ക്ലാസ്സിന്റെ പാർട്ടിൽ നിന്നുള്ള ക്ലാസ്സുകൾ വ്യക്തമായി ഉണ്ടാകും. ഏതായാലും കൂടുതൽ ആൾക്കാർക്ക് സംസാരിക്കാനുള്ള സാഹചര്യം കൂടി അവിടെ ഒരുക്കണം എന്നുള്ളത് കൊണ്ട് നേരിട്ട് എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കും. നമ്മൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കാനുള്ള സാഹചര്യം കൂടി അവിടെ ഉണ്ടാക്കണം എന്നതുകൊണ്ട് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ അവിടെ മാറ്റേണ്ടി വരും. അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ടി വരുന്നു മനസ്സിലാക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു. കാര്യങ്ങൾ ബന്ധപ്പെട്ടതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഏപ്രിൽ 1 മുതൽ നിങ്ങൾക്ക് നമ്മുടെ കോച്ച് പ്രോഗ്രാമിലെ ആൾക്കാരെയൊക്കെ ഇവിടെ കാണാൻ പറ്റും. അവരൊക്കെ ഇടയ്ക്ക് വന്ന് ഞാൻ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനുള്ള സാധ്യത ഒന്നുകിൽ ഏപ്രിൽ 1 അല്ലെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ അവരൊക്കെ നിരത്തിൽ ഇറങ്ങുന്നതായിരിക്കും. അത്രയും നല്ല കോച്ചുകളൊക്കെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളോട് ചിലപ്പോൾ ക്ലാസ് എടുക്കാനൊക്കെ വരും കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയൊക്കെ വേണം. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളോട് പറയാണ്. അമ്മമാര്, അമ്മൂമ്മമാര്, അച്ചച്ചന്മാര്, അച്ഛന്മാര് ഇവര് ശ്രദ്ധിക്കാനായിട്ട് പറയുന്നതാണ്. മക്കൾക്ക് വേണ്ടി നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ മക്കളാണ്, കൊച്ചുമക്കളാണ്. അവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് കൊച്ചുമക്കളായിട്ടില്ല, നിങ്ങളെ സംബന്ധിച്ച് കൊച്ചുമക്കളായവർ കൊച്ചുമക്കൾക്ക് വേണ്ടി. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് വേണ്ടി അവരിലും വലിയ മാറ്റം ഉണ്ടാക്കാനായിട്ട് നമുക്ക് അവർക്കുള്ള ഗ്രൂപ്പുകളുണ്ട്. ബിഗ് വാരിയേഴ്സ് എന്നും സ്മോൾ വാരിയേഴ്സും എന്ന് പറഞ്ഞിട്ട് 2 വാട്സപ്പ് കമ്മ്യൂണിറ്റി അവർക്ക് മാത്രമായിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സുകളൊക്കെ നടത്തിയിരുന്നു. ഇപ്പൊ എക്സാം ആയതുകൊണ്ട് നിർത്തിവെച്ചതാണ്. അപ്പോൾ അവർക്ക് ബിഗ് വാരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും സ്മോൾ വാരിയേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ ഏപ്രിൽ 1 മുതൽ വീണ്ടും തുടങ്ങുന്നു. ക്ലാസ്സുകൾ നോർമൽ ക്ലാസ്സുകളല്ല, സാധാരണ സമ്മർ. ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക്, സ്മോൾ വാരിയേഴ്സിലെ കുട്ടികൾക്കുള്ള ക്ലാസ്സുകൾ വെറും ക്ലാസ്സുകൾ എന്ന രീതിയിലല്ല പോകുന്നത്. കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മുടെ ധർമ്മത്തെ പറ്റിയും കർമ്മത്തെ പറ്റിയിട്ടും ഒക്കെ വിശദമാക്കി മനസ്സിലാക്കുന്ന രീതിയിൽ അവർക്ക് എന്താ പറയാ, നമ്മുടെ ആചാരങ്ങളെയും ധർമ്മങ്ങളെയും സംസ്കാരത്തെയും പ്രാർത്ഥനയെയും ഒക്കെ പഠിപ്പിക്കുകയും അതിനെ നേരെ പോയി പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും അതിൽ അവർ നിൽക്കുകയില്ല എന്നുള്ളതാണ്. നമുക്ക് അറിവും കളിയും ചിരിയും ഒക്കെ കൊടുക്കുന്ന രീതിയിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബ്രീത്തിങ് എക്സസൈസുകള്, പ്രേയറുകള്, അതുപോലെ ഫോക്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, മോറൽ വാല്യൂസ് കൊടുക്കുന്ന കാര്യങ്ങൾ, മെഡിറ്റേഷൻ, സിമ്പിൾ യോഗാസ്, അബാക്കസ്, ബുക്ക് റീഡിങ്സ്, അതുപോലെ തന്നെ സ്പിരിച്വൽ റീഡിങ്സ്, ധർമ്മയും കർമ്മയും ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള സ്പിരിച്വൽ റീഡിങ്, ഗോൾ സെറ്റിങ്സ്, തിങ്ക് ബിഗ് ആൻഡ് അച്ചീവ് ബിഗ് പോലുള്ള കാര്യങ്ങളെ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് വ്യത്യസ്തരായ ടീച്ചർമാർ അണിനിരക്കുന്ന 2 മാസത്തെ ബഹുമുഖ ആയ ക്ലാസ്സുകളാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അവരെയൊക്കെ ഈവൻ ഞാൻ ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ലളിതമായി പറഞ്ഞാൽ ഓരോ മക്കളും അവരവരുടെ മതാനുഷ്ഠാനപരമായ ആചാരങ്ങളും അനുഭവങ്ങളും പഠിക്കുക തന്നെ വേണം. അപ്പൊ അതിപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് രീതിയിൽ അവരിത് പഠിപ്പിക്കുന്നുണ്ട്, അവർക്ക് നിർബന്ധമാണ്.
അതുകൊണ്ട് ആ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് ഒരു കൺഫ്യൂഷൻസും ഇല്ല, അവർ ചെയ്തു പോകുന്നുണ്ട്. മറ്റു വല്ലവർക്ക് അത് വളരെ കൃത്യം എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കി ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. കാരണം ഓരോ മനുഷ്യനെയും കണക്ട് ചെയ്ത് വെക്കുന്ന ചില തത്വങ്ങളുണ്ട്, ഒരു സത്യങ്ങളുണ്ട് ഇവിടെ. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സ് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അതിങ്ങനെ പറന്ന് കടന്നു പോകും. അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം. അത് മതമായാലോ ആചാരമായാലും ദൈവമായാലും എന്തിലേക്ക് ഒന്നിലേക്ക് ഹുക്ക് ചെയ്യണം. ആ ഹുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ അവന് മനസ്സിലാക്കി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്തെന്ന് ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ എന്റെ കൂടെ 2 കുട്ടികളുണ്ട് ബിഗ് ബാരിയേഴ്സ്, അതായത് 15 വയസ്സ് മുകളിലുണ്ട്, 15 വയസ്സിന് താഴെയുണ്ട്. ഈ 18-19 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ ഫോം ചെയ്യാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഈ സ്മോൾ ബാരിയേഴ്സിന്റെ കാര്യം പറയണേ. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമുക്ക് ആ രീതിയിലേക്ക് ഒന്ന് പാകപ്പെടുത്തി എടുത്താൽ പിന്നെ വരുന്നത് മെഡിറ്റേഷൻ, എക്സസൈസ്, ബ്രീത്തിങ് എക്സസൈസ്, സിമ്പിൾ യോഗ എല്ലാവർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ ഇതിന് കുട്ടികളൊന്ന് പാകപ്പെടുത്തി അവർ ഡയറക്റ്റ് വിട്ട് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവർ ചെയ്യില്ല. അവരുടെ സ്വഭാവം അങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകും. മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ അതേ മൊബൈൽ കളിയിലൂടെ അവരെങ്ങനെ ഇതിലേക്ക് പാകപ്പെടുത്തി എടുക്കാൻ പറ്റും എന്ന രൂപത്തിലുള്ള ഞാൻ ഒറ്റയ്ക്കല്ല, നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഇതിനുവേണ്ടി ടീച്ചർമാർ, ഒരുപാട് ടീച്ചർമാരുണ്ട്, ഒരുപാട് സൈക്കോളജി പഠിച്ച ടീച്ചർമാർ, ചിൽഡ്രൻ സൈക്കോളജി പഠിച്ച കുട്ടികളുണ്ട്, ആൾക്കാരുണ്ട്. ഇവരൊക്കെ കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. ഈവൻ സിമ്പിൾ ആയിട്ട് അബാക്കസ് പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൽ ഈ സാധനങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് പഠിപ്പിക്കാനുള്ള ഒരു മൊഡ്യൂളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ കുട്ടികളെ അതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കണം. നിങ്ങളുടെ കുട്ടികൾ നന്നാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ, അല്ലാത്തവർ ചെയ്യരുത് കേട്ടോ. കാരണം വെച്ചാൽ അതും ഞാൻ പറഞ്ഞില്ലേ, വെറുതെ ഡിമാൻഡിങ് ആയിരിക്കും. നിങ്ങൾക്ക് ആത്മാർത്ഥമായി എന്റെ മക്കൾ നന്നാവണം, അവര് നല്ല സൽബുദ്ധിയോട് കൂടി വളരണം, ഞാനോ ഇങ്ങനെയായി, എന്റെ മക്കളെങ്കിലും സൽബുദ്ധിയോട് വളരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് 100% ഞാൻ പ്രോമിസ് ചെയ്യുന്നു. കാരണം എനിക്കത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഞാൻ എന്റെ മക്കളെ കൃത്യമായി പഠിപ്പിച്ച അങ്ങനെയാണ്. ഗീതാ പാരായണമായാലും മറ്റായാലും ഞങ്ങൾ ഇരുന്ന് ചെയ്ത്, ഞാൻ പ്രാർത്ഥിക്കാൻ വിളക്ക് കത്തിക്കുന്ന സമയത്ത് എന്റെ മകൻ എവിടെയുണ്ടെങ്കിൽ ഓടിച്ചാടി വരും. മറ്റൊന്നിനും അവന് കിട്ടിയില്ലെങ്കിലും പ്രാർത്ഥന സമയമാകുമ്പോൾ അവൻ എന്റെ മുമ്പിൽ ഉണ്ടാവും. മകളായാലും ശരി, ആ ഏത് സമയത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാകുമ്പോൾ വിളക്ക് കത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മക്കൾ അവിടെ ഉണ്ടാവും. അത് ചെറുപ്പം മുതലേ അവരങ്ങനെ ശീലിപ്പിച്ചുകൊണ്ട് അവർക്ക് വേറെ ആ സമയമാകുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പൊ അതുപോലെ നമുക്ക് നേരെ പറഞ്ഞാൽ അത് നടക്കില്ല. അതുകൊണ്ട് വളരെ സീരിയസ് ആയിട്ട് പറയണേ, ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ എന്റെ മക്കൾ എന്തേ ഇങ്ങനെ ആയിപ്പോയി എന്ന് പരിതപിക്കുന്നതിന് പകരം ചാൻസ് ഇപ്പോഴും തരുന്നു. ഇതേ സാധനം തന്നെ 18 വയസ്സിന് മുകളിലെ കുട്ടികൾക്കും ബിഗ് ബാരിയേഴ്സിനും ഉണ്ട്. പക്ഷെ അവരോട് ആ രീതിയിലല്ല അപ്രോച്ച് ചെയ്യുന്നത്, മറ്റൊരു രീതിയിലാണ് അവർ കൊണ്ടുപോകുന്നത്. രണ്ടാണ്. അപ്പോൾ ചെറിയ കുട്ടികളുടെ ക്ലാസ് ജോയിൻ ചെയ്യാനുള്ള ആഗ്രഹമുള്ളവര് അവരെ ജോയിൻ ചെയ്യിപ്പിക്കുക, അഡ്മിനോട് ബന്ധപ്പെടുക. ജോയിൻ ചെയ്യുക. ഏപ്രിൽ 1 ക്ലാസ് തുടങ്ങും. 1001 രൂപ അതിന് പാരിതോഷികമായി എന്താ പറയാ ഗുരുദക്ഷിണയായിട്ട് വാങ്ങിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്, ഒരുപാട് സമയം അതിനടുത്ത്, ഒരുപാട് മെഡ്യൂൾസ് ഒക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പൊ അവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങളിൽ നല്ല ടീച്ചർമാരുണ്ട്, ഞാൻ ഓൾവേസ് വെൽക്കം യു. നിങ്ങളും വരിക എന്റെ കൂടെ. എന്റെ ഒരു ഇൻസ്ട്രക്ഷനിലൂടെ നിങ്ങൾ ഇപ്പൊ എല്ലാ സമയത്തും എനിക്ക് പോയി ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഞാൻ ഉണ്ടാവും അവിടെ. അപ്പൊ അത്ര നല്ല ടീച്ചേഴ്സിന്റെ അവരും വരിക. അവർക്കൊരു ഗുരുദക്ഷിണ കൊടുത്താൽ മാത്രമേ ഇതൊരു കർത്തവ്യം, ആ ഒരു കർമ്മം പൂർണ്ണമാകുള്ളൂ എന്നുകൊണ്ട് 1001 രൂപ വാങ്ങിക്കുന്നുണ്ട്. അത് 2 മാസത്തേക്കുള്ള ഫുൾ ആയിട്ടുള്ളതാണ്. പിന്നെ 1 വർഷം നമ്മൾ എല്ലാ കോഴ്സുകളും ഉണ്ടാവും. അത് ചെയ്യാത്ത കുട്ടികളൊക്കെ ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും. കാരണം വെച്ചാൽ അൺനെസറി ആയിട്ട് നിർത്തിയിട്ട് കാര്യമില്ല. ഇംഗ്ലീഷിലും മലയാളത്തിലും മിക്സ്ഡ് ആയിട്ടാണ് ക്ലാസ് നടത്തുന്നത്. മലയാളം പൂർണ്ണമാണെന്ന് വെച്ചാൽ പൂർണ്ണമായല്ലോ ആണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് രണ്ടും മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷ് മിക്സ് ചെയ്തുകൊണ്ടാണ് നടത്തുന്നതെന്നുള്ള റിക്കാപ്പ്. ഈ ലോകത്ത് എല്ലാ ഭാഗത്തിലും കുട്ടികൾക്കും പങ്കെടുക്കാം. സമയം ഏകദേശം വൈകുന്നേരമായിരിക്കും എടുക്കുന്നത്. ഒരു 4 മണി 3 മണി അങ്ങനെ 5 മണി അങ്ങനെയുള്ള സമയത്താണ് എടുക്കുന്നത്. അതുകൊണ്ട് സമയത്തിന് ലോകത്ത് എവിടെയായാലും സമയത്തിന് വിഷയം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കുന്നത്. എല്ലാവരും പങ്കെടുക്കണം. നമുക്ക് നമ്മുടെ ധർമ്മത്തെ കൂടെ കർമ്മത്തെ ഒക്കെ മനസ്സിലാക്കി നമ്മളെ കുട്ടികളെ നല്ല രീതിയിൽ പങ്കെടുക്കാൻ വെച്ചാൽ ഇപ്പൊ തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞുകൊള്ളുക, അഡ്മിനോട് സംസാരിക്കുക. എന്നിട്ട് ബാക്കിയുള്ളവരെ മുഴുവൻ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. 1-ാം തീയതി ശേഷമുള്ളത്തെ എല്ലാവരെയും റിമൂവ് ചെയ്യാനും കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം ആവശ്യമില്ലാത്ത ആൾക്കാരെ നമ്മൾ വെറുതെ ഡാറ്റ കളയാൻ നിൽക്കണ്ട. അതുപോലെ തന്നെയാണ് ബിഗ് വാരിയേഴ്സ്. പിന്നെ അവർ ഡിസിഷൻ എടുക്കുന്നതാണ്. അച്ഛനും അമ്മയും പറഞ്ഞാലൊന്നും മക്കൾ 18 വയസ്സിന് മക്കൾ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് മറ്റൊരു രീതിയിലുള്ള അപ്രോച്ചിലൂടെ ഞാൻ നാളെ അവതരിപ്പിക്കുന്നതായിരിക്കും. അവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ നോക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു മാത്രം ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. കുറച്ച് സമയം എടുക്കുന്നില്ല. ഇനി നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. എല്ലാം റെഡി ആണല്ലോ അല്ലെ? അപ്പോൾ റെഡി ആണെങ്കിൽ പറഞ്ഞോളൂ. ക്ലാസ് റെഡി ആണെങ്കിൽ യെസ്, പറട്ടെ.
പിന്നെ ബിസിനസ് ക്ലാസ്സിലുള്ള ആൾക്കാരോട് പ്രത്യേകമായുള്ള ഓർമ്മപ്പെടുത്തലാണ്, ബിസിനസ് മാസ്റ്ററി ഹബ്ബ് ചാനൽ വളരെ കൃത്യമായി പോകുന്നു. നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളോ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഫോളോ ചെയ്യുക. അതിനകത്ത് ഒരുപാട് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ വീഡിയോസ് ആണ് വരുന്നത്. ഇതുപോലെ ഫുൾ ക്ലാസ് ഇല്ല. അപ്പോൾ അത് ഫോളോ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണം എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ഫേസ്ബുക്കും കൂടി ക്ലാസ്സുകൾ കാണുക. എവിടെ പോയി ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വെറും 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മണി ബ്ലോക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. 1 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മണി ബ്ലോക്ക് ഇല്ലാതാക്കാനുള്ള ഒരു കിടിലം പരിപാടിയാണ് പറയുന്നത്. അപ്പോൾ താഴെ ഒരു കാര്യം ഓർത്ത് ചെയ്യുക. മണി ബ്ലോക്ക് ഉള്ളവരെല്ലാവരും ഒരു പേര് എഴുതിക്കോളൂ. എനിക്ക് മണി ബ്ലോക്ക് ഉണ്ട് എന്ന് താഴെ ഒന്ന് ബ്ലോക്ക് ചെയ്തോളൂ. ചിന്തിച്ച് മാത്രം ചെയ്യാവൂ. മണി ബ്ലോക്ക് ഉണ്ട് എന്ന് വെറുതെ ടൈപ്പ് ചെയ്തെടുക്കരുത്. ഉണ്ടെങ്കിൽ മാത്രം പറയുക. എല്ലാവരും ഉണ്ടാവും അല്ലെ മണി ബ്ലോക്ക് ഉള്ളവർ? യെസ്. എന്തായാലും മണി ബ്ലോക്ക് ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമായിട്ട് ഈ ക്ലാസ് തരുന്നു. നിങ്ങൾ ഉള്ളവർ ഉപയോഗിച്ചോ, ഇല്ലാത്തവര് യെസ് 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 കമോൺ കമോൺ ടൈപ്പ് ചെയ്തോളൂ കമോൺ മണി. യെസ്. ഈ മണി ബ്ലോക്ക് എന്ന് പറയുന്നത് കൊടുത്ത കാശ് കിട്ടാത്തത് മാത്രമായിട്ട് എടുക്കണ്ട കേട്ടോ. സാറേ എനിക്ക് മണി ബ്ലോക്ക് ഇട്ട് കൊടുത്ത കാശ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു, കൊടുത്തപ്പോൾ ആലോചിക്കണമായിരുന്നു എന്ന് പറയുന്ന എളുപ്പത്തിൽ അല്ലെ. എനിക്ക് ഏറ്റവും ഞാൻ പറയല്ലേ പലവട്ടം പറഞ്ഞു, കടം കൊടുക്കുന്നതാണ് കടം വാങ്ങുന്നതിനേക്കാളും വലിയ പാതകം എന്ന് പറയുന്നത്. പക്ഷെ ചിലപ്പോ തോന്നുന്നത് എന്തപ്പ അങ്ങനെ പറയണേ അല്ലെ. ചിലർക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ കൊടുക്കാതിരിക്കും. പക്ഷെ അങ്ങനെയല്ല. നിങ്ങൾ കൊടുക്കുന്നതല്ല തെറ്റ്, കൊടുക്കുന്നതിലല്ല തെറ്റ്. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. കൊടുക്കുന്നതല്ല തെറ്റ്, കൊടുക്കുമ്പോൾ നിങ്ങൾ വരുത്തുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ഉണ്ട്, അവിടെയാണ് തെറ്റ്. അത് പറഞ്ഞു തരാം. യെസ്. 2 ലക്ഷം പോയി പോട്ടെ, പോയാൽ പോട്ടെ. 2 ലക്ഷം വെറുതെ 2 ലക്ഷം നടന്നു പോയോ? ആ വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേക്കുമ്പോ വീട്ടിൽ നിന്ന് ഡോറ് തുറന്ന് കിടക്കുന്നുണ്ട്. ഇപ്പൊ എന്താ പോയി നോക്കുമ്പോ ഞാൻ മുമ്പോട്ട് ഇറങ്ങിയപ്പോ എന്റെ 2 ലക്ഷം നടന്ന് പടി ഇറങ്ങി പോകുന്നു. എന്റെ 2 ലക്ഷം പോയി. പടി ഇറങ്ങി ഇങ്ങനെ നടന്ന് പോവുകയാണ് അല്ലെ. അങ്ങനെ പോയതാ 2 ലക്ഷം. പെട്ടിയിൽ കിടക്കായിരുന്ന 2 ലക്ഷം. പെട്ടി അതിങ്ങനെ അകത്തുനിന്ന് തള്ളി പൂച്ചയൊക്കെ തള്ളി അങ്ങനെ തള്ളി അതിന്റെ ലോക്ക് ഇങ്ങനെ തുറന്നു. എന്നിട്ട് അതിനകത്ത് പുറത്തോട്ട് ചാടി. എന്നിട്ട് ചുറ്റുവട്ടമൊക്കെ 4 സൈഡ് നോക്കി കഴിഞ്ഞിട്ട് ആരും ഇല്ലാന്ന് കണ്ടു. അപ്പോ പതുക്കെ 1 സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് മറുക്കറിയാതെ പോയി ഡോറിന്റെ ആ ലോക്ക് അങ്ങനെ പതുക്കെ തുറന്നു. അങ്ങനെ പുറത്തോട്ട് വന്നു. അങ്ങനെ നടന്ന് പോയി. ഇങ്ങനെ പോയതാ ഇല്ലല്ലോ അല്ലേ? അങ്ങനെ പോയതല്ലേ. യെസ്. തമാശ പറഞ്ഞു കേട്ടോ. പറഞ്ഞാല് വളരെ നിങ്ങൾ ഇങ്ങനെ സീരിയസ് ആവണ്ട. പണത്തിന്റെ കാര്യത്തിൽ സീരിയസ് ആണ്. വളരെ എളുപ്പമാണ്. യെസ്. ഇതൊക്കെ ഞാൻ പറയണ്ടല്ലോ. പണം കയ്യിൽ നിൽക്കുന്നില്ല, വന്ന പോലെ പോകുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ മണി സീക്രട്ട് ഓഫ് മണി അല്ലെ, സീക്രട്ട് ഓഫ് അല്ല മണി. നമ്മൾ 10 ദിവസത്തെ കോഴ്സിന്റെ പേരെന്താ? പേര് ആരെങ്കിലും പറഞ്ഞു തരും? 10 ദിവസത്തെ കോഴ്സിന്റെ പേരെന്താ നമ്മുടെ മണിയുടെ? ആരും പറഞ്ഞത് ടൈപ്പ് ചെയ്തേ. 10 ഡേയ്സ് വാട്സപ്പ് കോഴ്സിന്റെ പേരെന്താ? മണിയുമായിട്ട് ബന്ധപ്പെട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പേര് പറഞ്ഞേ പെട്ടെന്ന് നോക്കട്ടെ. എത്ര പേർക്ക് അത് ഓർമ്മയുണ്ട് നോക്കട്ടെ. 10 ഡേയ്സിന്റെ വാട്സപ്പ് ക്ലാസ് പോരട്ടെ. എത്ര പേര് ഓർമ്മയുണ്ട് നോക്കട്ടെ. യെസ്. സീക്രട്ട് ഓഫ് മണി. ശരിക്ക് പേര് പറയണം, ശരിയായ പേര് പറയണം. ഗ്രൂപ്പ് നോക്കിയിട്ടൊന്നും പറയുന്നത്. ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നുണ്ട് അതിന്റെ പേര്. ഇല്ല കേട്ടോ. 10 സീക്രട്ട് ഓഫ് മണി, 10 രഹസ്യങ്ങളെ പറ്റി പറയേണ്ട പണി. ജേർണി ടു ഹാപ്പിനെസ് ആ. 10 സീക്രട്ട് ഓഫ് മണി 2020 ഒന്നുമല്ല. 10 സീക്രട്ട് ഓഫ് മണി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മണിയെ മാത്രം പഠിപ്പിക്കുന്ന ഒരു കോഴ്സ് ഉണ്ട്. വാട്സപ്പ് ക്ലാസ് ആണ്. അതിലും മണിയുടെ സ്പിരിച്വാലിറ്റി, മണിയുടെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതിനകത്ത് കൃത്യമായി 10 ഡേയ്സ് ഓഫ് സീക്രട്ട് ഓഫ് മണി. യെസ്. അപ്പോ അതിൽ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഈ കയ്യിൽ നിൽക്കാത്ത എന്തുകൊണ്ട്, കയ്യിൽ നിന്ന് പോകുന്ന എന്തുകൊണ്ട് എന്നൊക്കെ കൃത്യമായി ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതിപ്പോ ഞാനിപ്പോ ഇവിടെ പറയുന്നത് ശരിയല്ല. ക്ലാസ് പേയ്മെന്റ് ക്ലാസ് ആണ്. അവിടെ വരും പഠിപ്പിക്കും. മണി കൊടുത്താൽ മണി കിട്ടും അല്ലെ. മണി കൊടുത്താൽ മണി കിട്ടും എന്ന് പറയില്ലേ, അതുപോലെ. ഓക്കെ. ഇന്നിപ്പോ ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു രഹസ്യം പറഞ്ഞു തരാം. വളരെ രഹസ്യമായ രഹസ്യമാണ്.
എന്തുകൊണ്ടാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ടാണ് മണി ബ്ലോക്ക് ഉണ്ടാവുന്നത്? അല്ലെ, മണി ബ്ലോക്ക് ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്റെ മണി ബ്ലോക്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മണി ബ്ലോക്സ് ഉണ്ടാവുന്നത്? ഇതിനെപ്പറ്റി നിങ്ങൾ ആർക്കെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? മണി ബ്ലോക്സ് ഉണ്ട് എന്ന് പറഞ്ഞവരെല്ലാം പറയൂ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മണി ബ്ലോക്ക് ഉണ്ടാവുന്നത്? ഓക്കെ, ഞാൻ മറ്റൊരു കാര്യം പറയാം. എന്തുകൊണ്ടാണ് വിശപ്പുണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് വിശപ്പുണ്ടാവുന്നത്? അറിയൂല. വിശപ്പുണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? എപ്പോഴാണ് വിശപ്പുണ്ടാവുന്നത്? അങ്ങനെ കൂടി പറയാം. എന്തുകൊണ്ടാണ് വിശപ്പുണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ആരെങ്കിലും ഇത്രയും അറിയുന്ന ഒരാൾ പറഞ്ഞു, എന്തുകൊണ്ടാണ് നമുക്ക് വിശപ്പുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് വിശപ്പുണ്ടാവുന്ന അറിയില്ലേ? വിശപ്പുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അറിയില്ലേ? ദൈവമേ, പിന്നെന്തിനാ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നേ? ഞാൻ ചോദിച്ചിട്ട് വയറ് കാലിയാകുമ്പോൾ. അപ്പൊ വയറ് എന്തുകൊണ്ട് കാലിയാകുന്നു? പണത്തെ സ്നേഹിക്കാത്തപ്പോഴല്ല, അതവിടെ രണ്ടാമത്. ഇപ്പൊ ചോദിക്കുന്ന ആഹാരം, വിശപ്പ്. ആഹാരം ദഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും? യെസ് നിഷ, യു ആർ ഓൾവേസ് ഇന്റലിജന്റ്. എനർജി പോകുന്നത് കൊണ്ടാണ് വിശപ്പുണ്ടാവുന്നത്. നമ്മൾ എനർജി കുറയുമ്പോഴാണ് നമുക്ക് വിശപ്പുണ്ടാവുന്നത്, അല്ലേ? സജീവിന് പറഞ്ഞ പോലെ എനർജി നമുക്ക് എപ്പോഴാണോ ലോ ആവുന്നത് അപ്പോൾ നമുക്ക് വിശപ്പ് അനുഭവപ്പെടുന്നു, അല്ലെ? അതല്ലേ യാഥാർത്ഥ്യം. ക്ഷീണം വരുമ്പോഴല്ലേ വിശപ്പുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണം. എന്താണ് ക്ഷീണം വരുന്നത്? ക്ഷീണം വരുന്നത് എനർജി കുറയുമ്പോഴാണ്. അപ്പൊ വിശപ്പുണ്ടാവുക എന്നതിന്റെ അർത്ഥം നമ്മുടെ എനർജി കുറയുന്നു എന്നാണ്, അല്ലേ? കറക്റ്റാണോ? കറക്റ്റാണോ എന്ന് പറഞ്ഞേ. ഇപ്പൊ മനസ്സിലായത് നിങ്ങൾക്ക്? വിശപ്പുണ്ടാവുന്ന എപ്പോഴാണ്? എനർജി കുറയുമ്പോഴല്ലേ. ഫുൾ ടൈം എനർജി ഉണ്ടെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് എനർജി ആവശ്യമാണ്. അതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് മണി ബ്ലോക്ക് ഉണ്ടാവുന്നത്? എന്തുകൊണ്ടായിരിക്കും മണി ബ്ലോക്ക് ഉണ്ടാവുന്നത്? മണിയുടെ എനർജി കുറയുന്നത് കൊണ്ട്. മണിയുടെ എനർജി നമ്മളിൽ കുറയുന്നത് കൊണ്ടാണ് മണി ബ്ലോക്ക് ഉണ്ടാവുന്നത്. മണിയുടെ എനർജി നമ്മളിൽ ഇല്ലാതിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ബ്ലോക്ക് ഉണ്ടാവുന്നത്. അതിന്റെ അർത്ഥം മണിയുടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മണിയുമായിട്ടുള്ള നമ്മുടെ എനർജി കുറഞ്ഞു എന്നാണ്. വളരെ ഈ ലോകത്തിലെ സകല സാധനങ്ങളും എനർജിയാണെന്ന് അറിയാമല്ലോ. ദർ ഇസ് നത്തിങ് എൽസ് അതർ ദാൻ എനർജി ഇൻ ദിസ് യൂണിവേഴ്സ്. ഈ യൂണിവേഴ്സിൽ എനർജി അല്ലാത്ത മറ്റൊരു കാര്യവുമില്ല. എല്ലാം എനർജി ബേസ്ഡ് ആണ്. ഒരു സ്ഥലത്ത് എനർജി ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം, അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് എനർജി വരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം തത്തുല്യമായ എനർജി നടക്കുന്നില്ല. ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ഒരു ഇരുമ്പിനെ പിടിക്കുമ്പോൾ മാഗ്നറ്റിന്റെ പവർ എത്രയുണ്ടോ അത്രയാണ് ഇരുമ്പിനെ പിടിക്കുക. അറിയാലോ, ഇത് ഇത്രയും സിമ്പിളായ തത്വമാണ്. ഒരു മാഗ്നറ്റ് കൊണ്ട് ഒരു പ്ലാസ്റ്റിക്കിനെ പിടിക്കാൻ പോയാൽ പിടിക്കില്ല. അതിന്റെ അർത്ഥം ഈ മാഗ്നറ്റിന് പവർ ഇല്ല എന്നല്ല, ആ പ്ലാസ്റ്റിക്കിന് ഇതിനെ പിടിക്കാനുള്ള പവർ ഇല്ല എന്നതുപോലെ നിങ്ങൾ ഒരു പ്ലാസ്റ്റിക് ആവുന്ന എനർജിയാണ് നിങ്ങളുടെ അകത്ത് പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെങ്കിൽ നിങ്ങൾ പോയി പിടിക്കുന്ന മാഗ്നറ്റ് ആകുന്ന മണി ഇതിലേക്ക് അട്രാക്ട് ചെയ്യില്ല. കാരണം ഇതൊരു പ്ലാസ്റ്റിക് ആണ്. ഇതിന് വികാരമില്ല, വിചാരമില്ല, മറ്റൊരു രൂപത്തിലാണ് ഈ സാധനം ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു മണിയാകുന്ന മാഗ്നറ്റിനെ നമുക്ക് പിടിക്കണമെങ്കിൽ ഇവിടെ ഇരുമ്പ് തന്നെ വേണം. ഇവിടെ പ്ലാസ്റ്റിക് കൊണ്ടുവച്ചിട്ട് ഇത് പ്ലാസ്റ്റിക് പോലുള്ള ഇരുമ്പ് പോലുള്ള പ്ലാസ്റ്റിക് കൊണ്ടുവച്ചിട്ട് ഇതിനെ പിടിക്കാൻ നോക്കിയാൽ നടക്കില്ല. ഇതാണ് ഇതിന്റെ പ്രധാനമായ വിഷയം. മണി ഒരു മാഗ്നറ്റ് ആണെന്ന് കരുതുക, മണി ഒരു എനർജിയാണ്, മണി ഒരു മാഗ്നറ്റ് ആണെന്ന് കരുതുക. അവിടെ ഇരിക്കണു. അതിനെ പിടിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സാകുന്ന അല്ലെങ്കിൽ നമ്മളിലുള്ള എനർജി പ്ലാസ്റ്റിക് രൂപത്തിലാണെങ്കിലോ, പ്ലാസ്റ്റിക് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ നിർവികാരത, ഒരു വികാരവും ഇല്ല. അതിനെ ആകർഷിക്കാനുള്ള ഒരു സന്തോഷവും ഇല്ല. അതിനോട് എപ്പോഴും ഏത് രീതിയിലാണ്? പണമില്ലായിരുന്ന പിന്നെ അടുത്ത് എന്താ നമ്മൾ പറയുക? പണം നമ്മളിൽ ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത് പറയുന്ന വാക്ക്, പൊതുവെ ഉപയോഗിക്കുന്ന വാക്കിന് എന്താ പറയുക? പി വെച്ചിട്ട് വാക്കുണ്ടല്ലോ, നമ്മൾ പറയില്ല എന്ന് തീരുമാനിച്ചൂടെ? പി വെച്ചൊരു സാധനം നമ്മൾ പറഞ്ഞു, ഇവിടെ ഒരിക്കലും നമ്മൾ ഇത് പറയില്ല എന്ന് പറഞ്ഞ സാധനം പറയുമോ? പണമില്ലായിരുന്നാൽ അത് പറയുമോ? പറയില്ലേ? പി ഇംഗ്ലീഷിലല്ല, മലയാളത്തിൽ പി. യെസ്, അത് തന്നെ, പരാതി. പണമില്ലാന്ന് തൊട്ടടുത്ത് പറയുന്ന സാധനം എന്തായിരിക്കും? നമ്മളെ പരാതി പറയും. പരാതി പറയുമ്പോ എങ്ങോട്ട് പോകും?
നമ്മളിലുള്ള ഒരു മാഗ്നറ്റൈസേഷനും ഒരു മെറ്റൽ ബോധവും നമ്മളിൽ ഉണ്ടാവില്ല. വെറും പ്ലാസ്റ്റിക് ആയി മാറും നമ്മൾ. അവിടെ എന്താ? നോ ഇമോഷൻ, ഒൺലി ലോവർ ഇമോഷൻ. പരാതി ഏത് ഇമോഷനാ? ഏറ്റവും ലോ ആയിട്ടുള്ള ഇമോഷൻ ആണ്. അപ്പോൾ ഈ മാഗ്നറ്റ് പോയി പിടിക്കാൻ ഇതിന് പറ്റുമോ? പറ്റുമോ ഇല്ലയോ? പറ്റുമോ? അപ്പൊ പണം ഇല്ലാതിരിക്കാൻ, മണി ബ്ലോക്ക് ഉണ്ടാകുന്ന പ്രധാന കാരണം എന്തായിരിക്കും? ഒന്നാമത്തെ കാരണം എന്തായിരിക്കും? പണം ഇല്ലാതിരിക്കാൻ ഒന്നാമത്തെ കാരണം നമ്മൾ വിക്ടിം മൂഡിലാവുക, പരാതിക്കാരി ആവുന്നത് കൊണ്ടാണ്. വിക്ടിം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇന്ന് പറയാൻ പോകുന്ന കോൺസെപ്റ്റ് ഇത്രയാണ്, ശ്രദ്ധിക്കുക. ഇന്ന് ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇതൊരു 7 ദിവസം ചലഞ്ചായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം നിങ്ങളെ പഠിപ്പിച്ചു തരാം. 7 ദിവസത്തെ ചലഞ്ചിന് തയ്യാറായവർ മാത്രം പറയാം 7 ദിവസത്തെ ചലഞ്ച് ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നവർ മാത്രം പറയാം യെസ് ഐ എം എഗ്രി ഫോർ 7 days ചലഞ്ച്. ഒന്ന് എടുത്തോളൂ, പറഞ്ഞോളൂ. അല്ലെങ്കിൽ പറയാം ഞാൻ 7 ദിവസത്തെ ഇങ്ങനെ എഴുതി യെസ് യെസ് എഴുതി പറഞ്ഞു, യെസ് പറഞ്ഞാൽ മതി. ഓക്കെ, കുഴപ്പമില്ല. 7 ദിവസത്തെ ചലഞ്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഈ 7 ദിവസം ജീവിതത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങളുടെ ജീവിതത്തിൽ 100% സമ്പത്തും എല്ലാ വിജയങ്ങളും സ്വന്തമാകും ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ. ഈ 3 കാര്യങ്ങൾ മാത്രമാണ്. 7 ദിവസം ചലഞ്ച് എടുക്കുക. ഞാൻ ചെയ്യില്ല എന്നുള്ള ചലഞ്ച് എടുക്കുന്നവരാണെങ്കിൽ മാത്രം യെസ് റെഡി. ഈ 7 ദിവസം ഈ ചലഞ്ച് എടുത്തതിന് ശേഷം നിങ്ങൾ 1 മിനിറ്റ് ദിവസം ഉപയോഗിച്ചാൽ മതി. നിങ്ങൾ ഈ പറയുന്ന പണത്തിന്റെ അത്ഭുത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. അത്ര കണ്ട് പവർഫുൾ ആയിട്ടുള്ള സംഭവമാണ് ഈ പറയാൻ പോകുന്ന കാര്യം. 1 മിനിറ്റ്, പിന്നെ നിങ്ങൾ 1 മിനിറ്റ് ഉപയോഗിച്ചാൽ മതി. ഒരു ദിവസം 1 മിനിറ്റ് ഇതിനു വേണ്ടി ഉപയോഗിച്ചാൽ മാത്രം മതി. അത് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ 7 ദിവസത്തെ ചലഞ്ചിന്റെ പേരാണ് VIP ചലഞ്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും VIP ആവാൻ ആഗ്രഹമുണ്ടോ? VIP ചലഞ്ച് പറഞ്ഞു നോക്കിയേ. നിങ്ങൾക്ക് എല്ലാവർക്കും VIP ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, യെസ് എന്ന് പറഞ്ഞോളൂ. VIP ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ VIP ആവണം. പക്ഷെ ആദ്യം ഞാൻ പറയുന്ന VIP ആവരുത്, രണ്ടാമത്തെ VIP മാത്രമേ ആവാറൂ. ആദ്യം നിങ്ങൾ ഇപ്പോഴും VIP-മാരാണ് എന്നറിയുക. നിങ്ങൾ ഇപ്പോഴുള്ള VIP-യെ മാറ്റിയിട്ട് മറ്റൊരു VIP-യെ മാറണം. അപ്പൊ ഇപ്പോൾ നിങ്ങൾ VIP ആണല്ലോ അല്ലെ? ഇപ്പോൾ നിങ്ങൾ VIP-യുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വിക്ടിം മൂഡിലാണുള്ളത്. വി സ്റ്റാൻഡ് ഫോർ വിക്ടിം. നിങ്ങൾ വിക്ടിം മൂഡിലാണുള്ളത്. അതാണ് നിങ്ങൾ ഇപ്പോഴത്തെ VIP എന്ന് പറയുന്ന സാധനം. അല്ലേ? ആണോ അല്ലയോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങൾ ഇപ്പോഴെല്ലാവരും വിക്ടിം മൂഡിലാണോ? അല്ല എന്ന് പറയുന്നവരുണ്ടോ? സാറേ ഞാൻ വിക്ടിം മൂഡിലേ അല്ല എന്ന്. എന്താണ് വിക്ടിം മൂഡ് എന്ന് അറിയോ? ബലി, അല്ലെങ്കിൽ നമ്മള് വിക്ടിമിന് എന്താ പറയാ? പരാതി പറയുന്നയാൾ, അല്ലെങ്കിൽ എപ്പോഴും കുറ്റബോധത്തിൽ നിൽക്കുന്നയാൾ, ഇവരാണ് വിക്ടിം എന്ന് പറയുന്നത്. ഇപ്പൊ ഉണ്ടോ നിങ്ങൾ VIP മൂഡിലാണോ ഇപ്പോൾ? ആണല്ലോ അല്ലെ? യെസ്. ആ VIP മൂഡിൽ നിന്നും മാറാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം, വിക്ടിം മൂഡില് ഡു നോട്ട് ബിക്കം ആൻ വിക്ടിം മൂഡ്. നിങ്ങൾ ഒരു പരാതിക്കാരി ആവാതിരിക്കുക. ഒന്നാമത്തെ കാര്യം മനസ്സിലായല്ലോ? അതായത് അടുത്ത 7 ദിവസങ്ങൾ ഒരു തരത്തിലുള്ള പരാതിയും പറയില്ല. പരാതി പറയുകയില്ല, പക്ഷെ പണം വരുന്നില്ല. അതിന് അടുത്ത രണ്ടാമത്തെ സാധനം പറയുമ്പോൾ കേട്ടോളൂ കേട്ടോ. ഓക്കെ, ആദ്യത്തെ പരാതി പറയാതെ ഇരിക്കരുത്. പറയാന്ന് വെച്ചാൽ വാക്കുകൊണ്ടല്ല കേട്ടോ, ചിന്തകളിൽ പോലും ഉണ്ടാവും, ഇല്ലാതിരിക്കില്ല. അപ്പൊ നിങ്ങളുടെ ജീവിതം നിശ്ചയിക്കുന്നത് അല്ലെങ്കിൽ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കുമെന്ന് പറയാറുണ്ട്. അതായത് വിക്ടിം മൂഡ് എന്ന് പറയുമ്പോൾ ഇത് മനോഭാവത്തിന്റെ പ്രത്യേകതയാണിത്. നമ്മളുടെ കയ്യിൽ പണം വരാത്തതിന് നമ്മൾ കുറ്റപ്പെടുത്തുന്നതാണ്. ഒന്ന് നമ്മുടെ പരിതസ്ഥിതിയെ, മറ്റുള്ളവരെ, അല്ലെങ്കിൽ എനിക്ക് ഭാഗ്യമില്ല എന്ന് പറഞ്ഞ് ഭാഗ്യത്തെ പോലും നമ്മൾ പരാതി കൊണ്ട് മൂടുന്നവരാണ് എന്ന് തിരിച്ചറിയുക. ഇതിനാണ് വിക്ടിം മൂഡ് എന്ന് പറയുന്നത്. ഇനി മുതൽ അങ്ങനെ ഉണ്ടാവരുത്. പകരം നിങ്ങൾ എന്തായി മാറണം? പകരം നിങ്ങളായി മാറേണ്ട അടുത്ത VIP ആയ വിക്ടറി മൂഡാണ്. വിജയിയുടെ മനോഭാവത്തിലേക്ക് മാറും. ആദ്യത്തേത് പരാതിയുടെ വിക്ടിം മൂഡിൽ നിന്നും വിക്ടറി മൂഡിലേക്ക് മാറണം, വിജയിയുടെ മനോഭാവത്തിലേക്ക് മാറണം. ഇത് കൃത്യമായി നമ്മൾ 2 ക്ലാസ്സിൽ
അല്ലെ? ഇതൊരു സ്ഥലത്ത് മനസ്സൊരു വിസ്മയം എന്ന പുസ്തകത്തിൽ കൃത്യമായി ഇതിനെ സാക്ഷിഭാവം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് വായിച്ചവർക്ക് മനസ്സിലാവും. നമ്മള് പേജ് നമ്പർ 75 മുതൽ ശുഭാപ്തി വിശ്വാസം എന്താണെന്ന് പറഞ്ഞ് അങ്ങോട്ട് നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു വിജയിയുടെ മനോഭാവത്തിലുള്ളതാണ് എന്നുള്ള മനസ്സിലാക്കുക. എന്നിട്ടാണ് നമ്മൾ സാക്ഷിഭാവത്തെ പറ്റി പറയുന്നത്. ആ സാക്ഷിഭാവത്തിന്റെ ഭാഗത്ത് വളരെ കൃത്യമായി ഇത് മുഴുവൻ പറഞ്ഞു തരുന്നുണ്ട്. വിക്ടം മൂഡിൽ നിന്നും വിക്ടറി മൂഡിലേക്ക് മാറുക. റെഡിയാണോ എല്ലാവരും? ഇത് മനസ്സിലായപ്പോ വി സ്റ്റാൻഡ് ഫോർ വിക്ടം ആൻഡ് വിക്ടം. ഇതെങ്ങനെയാണ് അടുത്ത 1 മിനിറ്റിലേക്ക് 1 സെക്കൻഡിലേക്ക് പ്രാക്ടീസ് 1 മിനിറ്റിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നത് പറഞ്ഞു തരാം. അപ്പോൾ പരാതി നിർത്തുക, പകരം വിജയിയുടെ മനോഭാവത്തിലേക്ക്. എന്താണ് വിജയിയുടെ മനോഭാവം? എന്തായിരിക്കും വിജയിയുടെ മനോഭാവം എന്നറിയണ്ടേ? ഒരു പരാതിക്കാരന്റെ മനോഭാവം എന്ന് പറയുന്നപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല, കാരണം ഞാൻ ഭാഗ്യമുള്ളവനല്ല അല്ലെങ്കിൽ ഭാഗ്യമുള്ളവളല്ല എന്ന വാക്ക് പൊതുവെ ഉപയോഗിക്കും. അല്ലെങ്കിൽ എനിക്കതിനുള്ള അവസരം ലഭിച്ചില്ല എന്ന് പറയും. അല്ലെങ്കിലും അവരെന്നെ സഹായിച്ചില്ല എന്ന് പറയും. അവരെന്നെ വേണ്ട പോലെ പരിഗണിച്ചില്ല എന്ന് പറയും. ഇങ്ങനെയുള്ള ചിന്തകളെയാണ് വിക്ടം മൂഡ് എന്ന് പറയുന്ന പരാതിക്കാരന്റെ ചിന്തകൾ എന്ന് പറയുന്നത്. അതിന് നമ്മൾ മാറ്റേണ്ടത് അടുത്ത വിക്ടറി മൂഡിലേക്കാണ്. എന്റെ ജീവിതത്തെ ഞാൻ തന്നെ രൂപപ്പെടുത്തും എന്നുള്ള മനോഭാവം. അവസരങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ് എന്നുള്ള മനോഭാവം. ഞാൻ സൃഷ്ടിക്കുന്ന എനിക്കുള്ള വഴിയെ ഞാൻ പോകുന്നു, അതിൽ ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള മനോഭാവത്തിലേക്ക് മാറും. മനസ്സിലായോ? അതാണ് ഞാൻ പറയാറുള്ളത്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണ്. ഒരു മനുഷ്യനെ മാറ്റപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക? ഒന്ന് ടൈപ്പ് ചെയ്തേ. ഒരു മനുഷ്യനെ മാറ്റപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക? ടൈപ്പ് ചെയ്ത്. അത് മനസ്സിലാക്കാത്തടത്തോളം കാലം നമുക്ക് തോന്നുന്നു അവനവന്. യെസ്, കറക്റ്റ്. ഒരു മനുഷ്യനെ മാറ്റപ്പെടുത്താൻ അവനവന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഉറപ്പ് ഉണ്ടാവുക. മറ്റൊട്ടും സ്വയം മാറുക മാത്രമേ ഉള്ളൂ. ഇതിൽ ആദ്യം തന്നെ കുഞ്ഞുണ്ണി മാഷ് പറയുന്ന ആ ഭാഗം ശരിക്കും ഇതിൽ വായിച്ചു. കാരണം ഓരോ വാക്കുകളും അത്രയും ശ്രദ്ധിച്ച് കൊണ്ടുവന്നെത്തിയതാണ്. ഓരോ മനുഷ്യരും ചെറിയൊരു ലോകം നന്നാവാൻ, വലിയൊരു ലോകം നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം, ബാക്കി നിങ്ങൾ തന്നെ പറയാ, സ്വയം നന്നാവുക. അപ്പോൾ അതിനുള്ള വഴികളാണ് ഇവിടെ പറഞ്ഞു തരുന്നത് എന്ന് മാത്രം ഓർക്കുക. അപ്പോൾ വിക്ടിം മൂഡിൽ നിന്നും നിങ്ങൾ എങ്ങോട്ട് മാറിയപ്പോ? വിജയിയുടെ മനോഭാവത്തിലേക്ക്, വിക്ടറി മോഡിലേക്ക് മാറുക. ഇനി രണ്ടാമത്തത്, നമുക്ക് എന്താണ് സംഭവിക്കുക? നമുക്ക് തടസ്സമുണ്ടാവാനുള്ള പ്രധാന കാരണം നമ്മുടെ മാനസികമായ തടസ്സങ്ങൾ തന്നെയാണ്. എന്താണ് നമ്മൾ സംഭവിക്കുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ അയ്യോ, അത് നടക്കുമോ, അത് പറ്റുമോ, അവർ തരുമോ? നേരത്തെ കടം കൊടുത്തപ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, കടം കൊടുക്കുന്നതല്ല തെറ്റ്. കടം കൊടുക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ഒരു ചിന്തയുണ്ട്, ഇവൻ തിരിച്ചു തരുവടേ, ഇവനെങ്ങാനും എനിക്ക് തിരിച്ചു തന്നില്ലെങ്കിലോ, ഇയാളെന്നെ പറ്റിക്കുമോ? ഉണ്ടോ ഇല്ലയോ? കടം കൊടുക്കുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലയോ? ചിന്തിച്ചിട്ടില്ല എങ്കിൽ 100% ആ കാശ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടാണ് കൊടുത്തതെങ്കിൽ 100% ഞാൻ പറയാം, മനസ്സിൽ സംശയം തോന്നാതെ ഒരാളും കടം കൊടുക്കാറില്ല. കടമാണ് കൊടുക്കുന്നതെങ്കിൽ നല്ല 100% അല്ല, ഒരു 90% ആൾക്കാരും കടം കൊടുക്കുമ്പോൾ മനസ്സിലൊരു ഭയം ഉണ്ടാകും. അതിന് പറയുന്ന പേരാണ് ഇൻട്രോസെക്ഷൻ എന്ന് പറയുന്ന സാധനം. ഇൻട്രോസെക്ഷൻ ഉണ്ടായ ഡൗട്ട് അല്ലെങ്കിൽ തടസ്സങ്ങൾ നമ്മൾ സ്വയം സൃഷ്ടിക്കും. ഈ ഒരു ആ തടസ്സം നമ്മൾ എപ്പോഴാണോ സൃഷ്ടിക്കുന്നത്, ഞാൻ VIP പറ്റിയാ പറഞ്ഞെടുക്കണേ. അപ്പോൾ ആ അവോയ്ഡ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, തടസ്സങ്ങൾ ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ വലിയ വിഷയത്തിലേക്ക് പോകും. അതിന് പകരം നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഫുൾ ഫെയ്ത്തോടുകൂടി നമ്മൾ വളരെ കൃത്യമായി ഇന്റൻഷനോട്, കൃത്യമായ ഉദ്ദേശത്തോടു കൂടി ചെയ്യുക. ഒരാൾക്ക് കൊടുക്കുന്നോ, കൊടുത്തോളൂ, ദാ ഇത് ഞാനിപ്പോ നിനക്ക് നൽകുന്നു,
പകരം എനിക്ക് ഇന്ന സമയത്ത് കിട്ടണം, കിട്ടിയാലേ എനിക്ക് ഇന്ന സ്ഥലത്ത് കൊടുക്കാൻ പറ്റുള്ളൂ, ഇതെന്റെ ആവശ്യമാണ്. ഇന്റൻഷൻ അല്ലെ, ഇന്റൻഷൻ എന്റെ ഇതാണ്. ഈ പണം നൽകുമ്പോൾ അതിന്റെ ഇന്റൻഷൻ, ഓക്കെ എന്നാ ദിനേശ് സാറേ ഇന്ന് ഈ കാശ് പിടിച്ചോളൂ, ഇത് നിങ്ങൾക്ക് ഞാൻ തരുന്നത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ആ കാര്യം ശരിയാക്കിയിട്ട് നന്നായി വരാനാണ് എന്നുള്ള ഇന്റൻഷൻ കൂടി നിങ്ങൾ കൊടുത്തു നോക്കൂ. ഇന്റർസ്പെക്ഷനിൽ നിന്നും ഇന്റൻഷനിലേക്ക് കൊടുക്കണം. ശരിയായ ഉദ്ദേശ ശക്തി ശുദ്ധി എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകത്തിൽ ഇതെല്ലാം കണക്ട് ചെയ്ത് ഞാനിവിടെ എഴുതി വെച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഓരോന്നും ആകസ്മികമായി വന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇതിൽ എവിടെയാണത് പറയുന്നത്? നമ്മുടെ ജ്ഞാനോദയം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഭാഗത്ത് 4 നോബിൾ ട്രൂത്തിനെ പറ്റി പറയുന്നു. അതായത് ശരിയായ കാഴ്ചപ്പാട്, റൈറ്റ് വ്യൂ, ശരിയായ ഉദ്ദേശം, റൈറ്റ് ഇന്റൻഷൻ, യെസ് താങ്ക് യു മാം, മനഃശുദ്ധിയോടുകൂടി ബുക്ക് ഓർഡർ ചെയ്തോളൂ കേട്ടോ, അഡ്മിനെ വിളിച്ചാൽ ബുക്ക് കിട്ടും. ശരിയായ ഉദ്ദേശത്തോടുകൂടി നിങ്ങൾ അത് ചെയ്താൽ 100% അതെല്ലാം തിരിച്ചു വരും. തടസ്സങ്ങൾ ഉണ്ടാവില്ല, ഒരു തടസ്സവും ഉണ്ടാവില്ല. നമ്മുടെ ആകർഷണ ശക്തിയും ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വർക്ക്. നേരത്തെ ഒരാൾ ചോദിച്ചില്ലേ സാർ ഇതെല്ലാം ഞാൻ ചെയ്യുന്നു, എനിക്ക് എന്റെ തടസ്സങ്ങൾ മാറുന്നില്ല എങ്കിൽ ഇത് തന്നെയാണ് പ്രാധാന്യം. ആദ്യം പറഞ്ഞത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, രണ്ടാമത് പറഞ്ഞതും ചെയ്തിട്ടില്ല, ഇനി പറയാൻ പോകുന്നതും ചെയ്തിട്ട് ചെയ്യുന്നുണ്ടോ നോക്കുക, നിങ്ങൾക്ക് 100% എടുക്കും. അപ്പൊ നിഷേധാത്മകമായ ചിന്തകളെ ഇല്ലാതാക്കുക, ശുദ്ധഗതിയുള്ള ചിന്തകളെ കൊണ്ടുവരിക. നമ്മുടെ ബുക്കിന്റെ പേരോ, എന്റെ ബുക്കിന്റെ പേരറിയാത്തവർ എന്റെ ക്ലാസ്സിലോ ആരാത്? മനസ്സൊരു വിസ്മയം. 2 പുസ്തകങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് വായിക്കാനുള്ളത്. മനസ്സൊരു വിസ്മയം, ശുഭാപ്തി വിശ്വാസം ശുഭചിന്ത. 2 ഒന്നിച്ച് വാങ്ങിച്ചോളൂ കേട്ടോ. 2 ഒന്നിച്ച് തന്നെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. 2ഉം ഡെയിലി പ്രാക്ടീസിലുള്ള പുസ്തകങ്ങളാണ്. നിഷേധാത്മകമായ ചിന്തകളെ നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ നമ്മളുടെ കഴിവുകളെയും നിങ്ങൾക്കുള്ള വിശ്വാസങ്ങളും ഒക്കെ പാകപ്പെടുത്തിയെടുക്കുക. നമ്മൾ എല്ലാ ക്ലാസ്സിന്റെ അടിസ്ഥാന തത്വം ഇതാണ്, എല്ലാ ക്ലാസ്സിലും നമ്മൾ ചെയ്യുന്ന ഇതാണ്, ഇത് ചെയ്യുക. രണ്ടാമത്തെ കാര്യങ്ങൾ ഇത് ഇന്റൻഷൻ, ശരിയായ ഇന്റൻഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്യുന്നത് വൈകിപ്പിക്കരുത്, അന്നേരം തന്നെ ചെയ്യുക. ഒരേ കാര്യത്തെ ഓർത്ത് ആലോചിച്ച് ഒരുപാട് സമയം ചെലവഴിക്കാതെ അതിന്റെ നല്ല കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു പോകുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്? VIP-യിൽ മൂന്നാമത്തെ കാര്യം നമുക്ക് എല്ലാവർക്കും സംഭവിക്കുന്നതിന്റെ കാര്യം ഒന്ന് പറയാമോ? എന്തുകൊണ്ടാണ് നമുക്ക് തടസ്സമുണ്ടാകുന്നതെന്ന് മൂന്നാമത്തെ കാര്യം അറിയാമോ? അതിന് പറയുന്ന പേരാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. യെസ്, താങ്ക് യു വെരി മച്ച്. മടിയാണ് പ്രധാന കാരണം. പ്രൊക്കാസ്റ്റിനേഷൻ മാറ്റിവെക്കും. ഇപ്പൊ വേണ്ട, പിന്നെ ആവട്ടെ, നടക്കട്ടെ, കുഴപ്പമില്ല, ഞാൻ പിന്നെ ചെയ്യാന്നേ. വിജയത്തിന്റെ ശത്രു എന്ന് പറയുന്നത് മടിയാണ്. മടിയുള്ളവൻ വിജയിക്കാൻ പോസിബിളേ ഇല്ല എന്ന് പറയും. ആ സമയം വരട്ടെ, അപ്പൊ ചെയ്യാം, പിന്നീട് നോക്കാം, അങ്ങനെ അവസാന നിമിഷം വരെ മാറ്റിവെക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ വിജയം സാധ്യമേ അല്ല. അപ്പോൾ ആദ്യത്തെ VIP-യിൽ നിന്ന് മാറി രണ്ടാമത്തെ VIP-യിൽ എത്തണമെങ്കിൽ പ്രൊക്കാസ്റ്റിനേഷൻസിനെ മാറ്റി നമ്മൾ എന്ത് ചെയ്യണം? പവർ മൂഡിലേക്ക് വരണം. പവർ ഉണ്ടാവണം. എന്താണ് പവർ? ഞാൻ ഇപ്പോൾ ചെയ്യും, ഇപ്പോൾ തന്നെ ഇത് ചെയ്തിരിക്കും, പിന്നേക്ക് മാറ്റി വെക്കുന്ന പരിപാടിയില്ല. ഏതെങ്കിലും ഒരു കാര്യം ആലോചിച്ചു, ഡു ഇറ്റ് ദ റൈറ്റ് ടൈം. അത് തന്നെയാണ് ഏറ്റവും സൂട്ടബിൾ ആയ സമയം. അതിനേക്കാളും പറ്റിയ സമയം വേറെ വരാനില്ല. നാളെ ആവട്ടെ എന്ന് പറഞ്ഞാൽ അത് നാളെ തന്നെയാണ്. ഇപ്പോൾ ചെയ്യുക, സമയത്ത് ചെയ്യുക, അതാണ് ഇതിന്റെ കറക്റ്റ് സമയം എന്ന് പറയുന്നത്. എപ്പോഴാണോ നമ്മൾ തീരുമാനമെടുത്തത് അന്നേരം ചെയ്യുക, അതാണ് കറക്റ്റ് ടൈം. അപ്പൊ പ്രൊക്രാസ്റ്റിനേഷനിൽ നിന്ന് മാറി പവർ മോഡിലേക്ക് വരിക. അപ്പൊ 3 കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് 3 കാര്യങ്ങൾ ഒന്ന് ഓർമ്മിക്കാൻ പറ്റൂ? 100% നിങ്ങളുടെ വിജയത്തെ, ജീവിതത്തെ കയ്യിലെടുക്കാനായിട്ട് ഈ 3 കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. വിക്ടറി മൂഡ്, കറക്റ്റ് ഇന്റൻഷൻ, പവർ മൂഡ്. യെസ്, ഈ 3 കാര്യങ്ങൾ മാത്രം. ഇപ്പോഴും നിങ്ങൾ VIP-കളാണ്. അടുത്ത 7 ദിവസം കൂടി നിങ്ങൾ അടുത്ത VIP ആയി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റപ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൃത്യമായി നടത്തുന്നു. അപ്പോൾ VIP ആവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യത്തെ ഇപ്പോൾ നിലവിലുള്ള VIP-യിൽ നിന്നും അടുത്ത VIP മാറാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ, ശരിയായ VIP-യിലേക്ക് തയ്യാറാണെങ്കിൽ 7 ദിവസത്തെ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. എൻ്റെ മുഴുവനായിട്ടും നിങ്ങൾ ചെയ്യുക.
ഏത് കാര്യം ചെയ്യുമ്പോഴും വിക്ടറി മോഡിലേക്ക് മാറുക, ശരിയായ ഇന്റൻഷൻ സെറ്റ് ചെയ്യുക, പവറായിട്ട് ആക്ഷൻ എടുക്കുക എന്ന് മാത്രം ആണ് കൃത്യമായി ചെയ്യേണ്ടത്. ഇതാണ് ആദ്യം പറഞ്ഞ 7 നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിനുശേഷം ഇത് എങ്ങനെയാണ് ഇനി 1 മിനിറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് കൂടി പറഞ്ഞു തരാം. 1 മിനിറ്റിൽ നിങ്ങൾ ഇതിനെ ചെയ്യേണ്ടത് 7 ദിവസം നിങ്ങൾ കൃത്യമായി ഒരു പരാതിയും പറയാതെ കൃത്യമായ ഉദ്ദേശത്തോടുകൂടി കൃത്യമായ ആക്ഷനോട് കൂടി പാകപ്പെടുത്തി എടുത്തിട്ട് നോക്കൂ. 8ാം ദിവസം മുതൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഒരു ദിവസം ഏതെങ്കിലും ഒരു സമയം ഇതിനുമായി സെറ്റ് ചെയ്യുക. ഏതെങ്കിലും ഒരു സമയത്ത് കൃത്യസമയം 5:25 ആണെങ്കിൽ എല്ലാ ദിവസവും 5:25, അല്ല 10:10 ആണെങ്കിൽ എല്ലാ ദിവസവും 10:10, 7:27 ആണെങ്കിൽ എല്ലാ ദിവസവും 7:27. ഇങ്ങനെ ഒരു സമയം നിങ്ങൾ ഫിക്സ് ചെയ്യുക. മൊബൈൽ അൽറാം ആയിട്ട് വെക്കുക. ഈ 1 മിനിറ്റ് എനിക്കിതിനുള്ളതാണ് എന്ന് സെറ്റ്. ഒരു നിമിഷത്തിലും ആ 1 മിനിറ്റ് 24 മണിക്കൂർ ഒരു ദിവസം മാത്രം ചെയ്താൽ മതി. മാറ്റപ്പെടുത്തലിൽ കറക്റ്റ് ടൈം സെറ്റ് ചെയ്തിരിക്കണം. തീരുമാനിച്ചതിന് ശേഷം എല്ലാ ദിവസവും നിങ്ങൾ ഒരു സ്ഥലത്ത് ഇരിക്കുക. ആ സമയത്ത് സ്വസ്ഥമായിരുന്നു 1 മിനിറ്റ് ഇരിക്കുക. പറയുക, ഐ എം എ VIP. ഐ എം എ VIP. ഞാൻ ഒരു വിക്ടറിയുടെ കൃത്യമായ ഇന്റൻഷൻ ഉള്ള കൃത്യമായ പവർ ഉള്ള ഒരാളാണെന്ന് 1 മിനിറ്റ് മാത്രം ഉപയോഗിച്ചാൽ മതി. 1 മിനിറ്റ് മാത്രം പറഞ്ഞാൽ മതി. എല്ലാ ദിവസവും. ഏറ്റവും എളുപ്പമുള്ള സമയം ഏതാണെന്ന് പറയട്ടെ. ഈ 1 മിനിറ്റ് ഏറ്റവും എളുപ്പമുള്ള സമയം ഏതാണെന്ന് നിങ്ങൾ പറഞ്ഞു നോക്കിയേ. ഇത് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള സമയം, ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സമയം ഏതാന്ന് പറയാൻ പറ്റുമോ? ചൂടുവെള്ളം തരുമോ? മോർണിംഗ് എപ്പോഴാ? രാവിലെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ആ ബെഡിൽ അവിടെ തന്നെ ഇരുന്ന് ഇതൊന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുക. 1 മിനിറ്റ് നിങ്ങൾക്ക് അവിടെ ഇരിക്കാമല്ലോ. എഴുന്നേറ്റ് ഉടനെ തന്നെ ബെഡിൽ ഇരിക്കുക. അന്നേരം തന്നെ ഇത് പറയുക, ഐ ആം എ VIP. ഞാൻ വിക്ടറിയുടെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ശരിയായ ഇന്റൻഷനോട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ പവർ മോഡിലാണ് എന്ന് കൃത്യമായി എല്ലാ ദിവസവും എഴുന്നേറ്റോടും പറയും. നമ്മളില്ലേ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, പൊതുവെ ആൾക്കാർ പ്രാർത്ഥിക്കുന്ന എഴുന്നേൽക്കുമ്പോൾ തന്നെ കാരാഗ്രഹ വസതി ലക്ഷ്മി, കാരമധ്യേ സരസ്വതി എന്ന് പാടുന്ന ആൾക്കാരുണ്ട്. അതിനു മുമ്പോ അതിനു ശേഷമോ തുറന്നോട്ടെ, അതിനുശേഷമോ ഇങ്ങനെയൊക്കെ ചോദ്യം ചോദിച്ച് ഞാൻ മറുപടി പറയുമ്പോൾ പോലെ തമാശ രൂപേണ എനിക്ക് പലതും പറഞ്ഞു പോട്ടോ. രാവിലെ എഴുന്നേക്കുന്ന ഉടനെ തന്നെ അവിടെ ഇരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം എന്ന് പറയുമ്പോൾ മെഡിറ്റേഷന് മുമ്പാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം നിങ്ങൾ കിടന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നല്ലേ ഞാൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെ ആണോ? ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കരുത് ഉഷ. എന്താണ് ചോദിക്കുന്നത് ചിന്തിച്ചു. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ രാവിലെ മെഡിറ്റേഷൻ ചെയ്യുന്നത് കിടന്നിട്ടാണോ? അല്ലല്ലോ, എഴുന്നേറ്റിട്ടുണ്ടല്ലേ. ചിരിക്കണോ എനിക്കറിയാം. ഓക്കെ, അപ്പോ നിങ്ങൾ ഇടന്നുടനെ തന്നെ ചെയ്യുക. ഇത്രയും പറഞ്ഞത് മുഴുവൻ ഒന്നുകൂടി പറയണമെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഒന്നുകൂടി കേൾക്കാൻ പറ്റും കേട്ടോ ജ്യോതി. ഒരു കുഴപ്പമില്ല. എല്ലാം ഇവിടെ പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സന്തോഷത്തോടെ നാളെ ഒന്നുകൂടി കേൾക്കാം. 1, 2, 3 പ്രാവശ്യം കേൾക്കാവുന്ന സാഹചര്യം നമുക്കുണ്ടല്ലോ ഇപ്പൊ സാബുകന്. അപ്പോൾ എല്ലാവരും 7 ദിവസത്തെ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, മറക്കരുത് അല്ലേ? 7 ദിവസത്തെ പ്രതിജ്ഞയൊക്കെ മറക്കരുത്. ഓക്കെ, എല്ലാവർക്കും ശുഭദിനം നേരുന്നു. അല്ലെങ്കിൽ എല്ലാവർക്കും നല്ലൊരു കാര്യമുണ്ട്. യെസ്, താങ്ക് യു സജീവനി. മംഗളമായി മാറട്ടെ എല്ലാം. ഓം കുബേരായ നമഃ എന്നൊന്നുകൂടി പറയുന്നു. VIP-യുടെ ഫുൾ ഫോം വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്നാണ്. ആയിക്കോട്ടെ, നിങ്ങൾ ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണല്ലോ ഇപ്പൊ. ആരാ VIP ഇവിടെ ഇമ്പോർട്ടന്റ് പേഴ്സൺ അല്ലാതെ? എല്ലാവരും ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ്. വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്ന് വെച്ചാൽ അങ്ങനെ മാത്രം ആവണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. VIP എന്ന് പറഞ്ഞ വിക്ടം അല്ലെങ്കിൽ എന്താ പറയാ, ഇത് അങ്ങനെയൊക്കെ പലതും ആവാം. പക്ഷെ ഓക്കെ, ഐ ആം എൻ ഇമ്പോർട്ടന്റ് പേഴ്സൺ, ദാറ്റ്സ് കറക്റ്റ്. എന്തായാലും താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നമുക്ക് കൂടുതൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു. സൂപ്പർ നമ്പറാണ് എപ്പോഴും വരുന്നത് 202.
ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചാൽ വീണ്ടും ക്ലാസ് ഒരു ഫുള്ള് ക്ലാസ് തരണമെന്ന് ഡൗട്ട് ചോദിച്ചേക്ക്. അത് വേറെ എന്തെങ്കിലും കൊണ്ട് ചോദിച്ചു. അൺമ്യൂട്ട് ചെയ്തു ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. താങ്ക് യു. സാർ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചു സാർ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞു. എനിക്ക് 2020 മെഡിറ്റേഷനിൽ ലോ ഓഫ് അട്രാക്ഷനും ക്ലാസ്സിന് കയറണമെന്നുണ്ട്. അപ്പൊ ആദ്യം ഏതാ ലോ ഓഫ് അട്രാക്ഷൻ കഴിഞ്ഞിട്ട് 2020 കയറാവോ? അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, രണ്ടും ഒന്നിച്ചാണ്. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ആപ്പിലൂടെയാണ്. 2020 നമുക്ക് ലൈവ് ആണ്. രണ്ടും ഒരേപോലെ ബെനിഫിറ്റ് ആണ്. യാതൊരു കുഴപ്പമില്ല. രണ്ടും ഒന്നിച്ച്. ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് ടെക്നിക്കുകൾ നിങ്ങൾ പഠിക്കും. 2020 നിങ്ങളത് വിഷ്വലൈസേഷൻ, ഗോൾ സെറ്റിംഗ്, വിഷ്വലൈസേഷൻ, മെഡിറ്റേഷൻ ആണ്. രണ്ടും ഒന്നിച്ചേരും. ഒരു മിനിറ്റ് മറുപടി പറഞ്ഞോട്ടെ. പരസ്യമില്ലാത്ത മെഡിറ്റേഷൻ ലിങ്ക് തരാമല്ലോ. 444 രൂപ തന്നോളൂ. എല്ലാ ദിവസവും രാവിലെ കയറിക്കോളൂ. നമുക്ക് ഒരു പരസ്യം ഇല്ലല്ലോ രാവിലത്തെ ക്ലാസ്സിൽ. ആരെങ്കിലും രാവിലത്തെ ക്ലാസ്സിൽ പരസ്യം വെക്കാറുണ്ടോ? ഒരുപാട് ആരും രാവിലത്തെ ക്ലാസ്സിൽ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പരസ്യം ഇടാറില്ല. വേറെന്താണ് ചോദിക്കാണ്ട് ചോദിച്ചോളൂ. ഹലോ, ഞാൻ പറഞ്ഞോളൂ. ലതിക വേണു പറഞ്ഞു. ഹലോ ആ സാറേ നമസ്കാരം. നമസ്കാരം. എനിക്ക് ഇന്നും ഒരു ഗിഫ്റ്റ് കിട്ടി. കിട്ടിയോ? സരസ്വതി ദേവിയുടെ. എന്താണ്? ഇന്നും എന്താ വേണു? ലതിക വേണു പറയുന്നത് എന്താ? എനിക്ക് ഇന്നും ഒരു ഗിഫ്റ്റ് കിട്ടി. സരസ്വതി ദേവിയുടെ ദീപം കത്തിച്ചു വെക്കണ. വെരി ഗുഡ്, വെരി ഗുഡ്. കിട്ടട്ടെ. സന്തോഷം. ഐ ആം വെരി ഹാപ്പി. താങ്ക് യു, താങ്ക് യു. തീർച്ചയായും സന്തോഷം. നമസ്കാരം. സന്തോഷം. താങ്ക് യു. യൂട്യൂബിൽ പരസ്യം വരുന്നത് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്റെ ഓപ്ഷൻ ഇല്ല. അത് ഏത് ഫോൺ ഞാനും യൂട്യൂബിൽ പരസ്യം വരും. ഇല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്താൽ കിട്ടും. മെമ്പർഷിപ്പ് ഓപ്ഷൻ ഉണ്ട് യൂട്യൂബിൽ. അതെടുത്ത പരസ്യം ഉണ്ടാവില്ല. അത് യൂട്യൂബിന്റെ സെറ്റിംഗ്സ് ആണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. നാളത്തെ ജോബ് മെഡിറ്റേഷന്റെ കാര്യം. ഒന്നാമത് ജോബ് മെഡിറ്റേഷൻ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ജോയിൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് തോന്നുന്നു ആൾക്കാർ ജോയിൻ ചെയ്യാതിരുന്നത്. അതൊരു വിഷയമുണ്ട്. രണ്ടാമത്തെ വിഷയം, എന്റെ ഈ സൗണ്ട് വെച്ചുകൊണ്ട് എനിക്ക് അത്രയും 1 മണിക്കൂർ 1.5 മണിക്കൂർ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. നാളെ രാവിലെ ഏർലി മോർണിംഗ് രാവിലെ ഇന്ന് എഴുതിയൊക്കെ ഞാൻ നല്ല ടാബ്ലറ്റ്സ് കഴിച്ചിട്ടായിരിക്കും. അല്ല സാറേ, അതല്ല സാധാരണ നമ്മൾ ചെയ്യുന്നതും ഇല്ലല്ലോ. നാളെ ഞാൻ സൺഡേ ആയതുകൊണ്ട്. ഞായറാഴ്ചയില്ല. അല്ല, ഞാൻ ഇവിടെ ചോദിച്ച ചോദ്യത്തിന് അല്ല, ജോബ് മെഡിറ്റേഷൻ ഉടനെ തുടങ്ങും കേട്ടോ. ഡോണ്ട് വറി. ഇപ്പൊ തുടങ്ങും. അല്ല, നിങ്ങളോടല്ല ചോദിച്ച മാഡം ചോദിച്ച മറ്റൊരു മാഡം ചോദിച്ചതിന് മറുപടിയാണ്. ജോബ് മെഡിറ്റേഷൻ ഉടനെ തുടങ്ങും. ഞാൻ കുറച്ചും കൂടി ആൾക്കാർ ജോയിൻ ചെയ്യണം. ഞാൻ ഒരുപാട് ആൾക്കാർ, നിങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യിപ്പിക്കൂ. ജോബ് മെഡിറ്റേഷൻ ആവശ്യം. ജോബ് മെഡിറ്റേഷൻ, ബിസിനസ്, കരിയർ ഗ്രോത്ത് ഒക്കെ വരുന്നതാണ് ആ മെഡിറ്റേഷൻ. ഇത് ഓപ്പൺ മെഡിറ്റേഷൻ. അതിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്തോളൂ. സൺഡേ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. സൺഡേ ആയാലും മറ്റൊരു ദിവസം കൂടെ ചെയ്യാവുന്നതാണ്, കുഴപ്പമില്ല. പക്ഷെ നാളത്തെ എനിക്ക് അത്ര കൊണ്ട് ഐ എം നോട്ട് കംഫർട്ടബിൾ വിത്ത് ദാറ്റ്. അതുകൊണ്ടാണ്. ഞായറാഴ്ച കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇനിയിപ്പോ. ഞായറാഴ്ച കഴിഞ്ഞിട്ടോ 6-ാം തീയതി കഴിഞ്ഞിട്ടോ. അതിന്റെ ഇടയ്ക്കുള്ള ഇനി വെക്കണ്ട. അവധികളൊക്കെ വരുമല്ലേ. മെമ്പർഷിപ്പ് എങ്ങനെയാണ്? യൂട്യൂബിന്റെ സെറ്റിംഗ്സ് ആണ്. യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കണം. എനിക്ക് പറ്റില്ല. മറ്റാണെങ്കിൽ മെഡിറ്റേഷൻ വേണമെങ്കിൽ പിന്നെ നിങ്ങൾ ഇപ്പൊ ഡെയിലി മെഡിറ്റേഷൻ കയറിക്കോളൂ. അതിൽ ചെയ്യാമല്ലോ. 2 മെഡിറ്റേഷൻ സെഷൻ ഉണ്ടല്ലോ നമുക്ക്. രാവിലെ 5:30 മണിക്കുണ്ട്. അതിന് അവധി ദിവസം ആയതുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം പറയാനുണ്ട്. ഏപ്രിൽ 1-ാം തീയതി മുതൽ നമ്മൾ സൂംബ ഡാൻസ് തുടങ്ങുന്നുണ്ട്. ആർക്കൊക്കെ സൂംബ ഡാൻസ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് 5:30 മണിക്കാണ്. കാരണം കുറച്ച് നിങ്ങൾ ഫിസിക്കൽ എക്സസൈസ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളത് സൂംബ സെക്ഷൻ തുടങ്ങുന്നത്. അത് 5:30 മണിക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ സമയം 6 മണിക്കേക്ക് മാറ്റുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, കാരണം ഇപ്പൊ ലീവല്ലേ, ലീവ് തുടങ്ങുന്നതുകൊണ്ട് എല്ലാവരും സ്കൂൾ വെക്കേഷൻ ആണ്. കുറച്ച് ആൾക്കാർ എഴുന്നേക്കുന്നത് ലേറ്റ് ആയിരിക്കും എന്ന് എഴുതിയിട്ടാണ് ഞാൻ 6 മണിക്കേക്ക് മാറ്റുന്നത്. അപ്പോൾ 5:30 മണിക്ക് സൂംബ മെഡിറ്റേഷനും 6 മണിക്ക് സൂംബ ഡാൻസും 6 മണിക്ക് മെഡിറ്റേഷനും ആണ് തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ വേണ്ടവർ ജോയിൻ ചെയ്തോളൂ. അഡ്മിൻ അത് പബ്ലിഷ് ചെയ്യും.
സുംബ ഡാൻസ് എല്ലാ ദിവസവും ഒരു അരമണിക്കൂർ നേരത്തേക്ക് ചെറിയ രീതിയിലുള്ള ചെറിയ ബോഡി എക്സസൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. കാരണം അധികം ആൾക്കാർക്കും വിഷയം ഉണ്ടാകുന്നത് ബോഡി എക്സസൈസ് ഇല്ലാത്തത് കൊണ്ടാണ്. നാളെ ജോബ് മെഡിറ്റേഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. സാർ ഡൗട്ട് ഉണ്ടെന്ന്. സർ ബുക്കുകള് തൃശ്ശൂർ ഉണ്ടായിരിക്കോ സാറേ? ഉണ്ടോ? ഉണ്ടാവും. എല്ലാ പുസ്തകവും തൃശ്ശൂർ കിട്ടും. സാറിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ കണ്ടു തുടങ്ങിയിട്ട് 1 മാസമായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ. ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. എനിക്ക് എന്റെ ഒരു ഫ്രണ്ടാണ് സാറിന്റെ ഈ ഇത് തന്നത്. കണ്ടു തുടങ്ങിയപ്പോ ഞാൻ ഒരുപാട് ട്രെയിനിങ്ങുകൾ എന്റെ ബിസിനസ്സിൽ ഞാൻ ചെയ്യാറുണ്ട്, പോവാറുണ്ട്. പക്ഷെ എനിക്ക് ഞാനൊരു 8 വർഷമായി സ്വന്തം സ്ഥാപനം നടത്തുന്നു. അതിൽ നിന്ന് എനിക്കൊരു ബിസിനസ് നടത്തുന്നുണ്ടെങ്കിൽ പോലും വരുമാനം ഉണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വരുമാനം ഇന്ത്യയിൽ കിട്ടാറില്ല. കുറെ കയറും, പിന്നെ കുറച്ച് ഇറങ്ങും, പിന്നെ കുറെ കയറും, അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ ഈ 1 മാസമായിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഞാൻ എല്ലാ ദിവസവും ഞാൻ എഴുതുന്നുണ്ട്. എഴുതുന്നതിനനുസരിച്ച് എനിക്ക് വരുമാനം കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ് സാർ. സാറിനെ നേരിട്ട് കണ്ട് സംസാരിക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് പറ്റണില്ല. പിടിച്ചു അത് ഞാൻ പറയാനത് വളരെയധികം സന്തോഷമുണ്ട് സാറേ. അഫർമേഷൻ ഒക്കെ എഴുതാറുണ്ട്, എഴുതി വായിച്ചു ചെയ്യുന്നുണ്ട്. 3 നേരം അല്ലെങ്കിൽ 4 നേരം ഒക്കെ എന്റെ സൗകര്യം അനുസരിച്ച് ഞാൻ വായിക്കുന്നുണ്ട്. അതിനുള്ള ഈ മാറ്റങ്ങൾ എനിക്ക് വരും. തൃശ്ശൂര് കാണണം, സാറായിട്ട് സംസാരിക്കണമെങ്കിൽ ഞാൻ ചെയ്യാം. ഞാൻ എന്തായാലും ഞായറാഴ്ചത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, താങ്ക് യു സർ. ഹലോ സാർ, ഒരു ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. സാറ് 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളേ. ഇതിനു മുന്നേ ഉള്ള ക്ലാസ് ഏതെങ്കിലും ആദ്യം കാണണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏത് ക്ലാസ്സാ? ഇതിലെ വാട്സപ്പില് സാറിന്റെ 2-3 ക്ലാസ്സുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. വാട്സപ്പ് ക്ലാസ്സോ? ഏതാണ് 2-3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തത്? ഈ ഗ്രൂപ്പിൽ ഇപ്പൊ ലൈവ് ക്ലാസ് 2-3 ക്ലാസ്സേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ ഞാൻ. എല്ലാ ക്ലാസ്സുകളും വീഡിയോ യൂട്യൂബിലുണ്ടല്ലോ. അതാണ് ഞാൻ ചോദിച്ചത്, ആദ്യം മുതലേ അറിയാൻ വേണ്ടിട്ടേ. അപ്പോഴേ ഏതെങ്കിലും ഫസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനൊന്നുമില്ല. എല്ലാം ഏത് കണ്ടാലും നല്ലതാ. പ്രത്യേകിച്ച് അങ്ങനെയില്ല. 1 by 1 ആയിട്ടുള്ള ക്ലാസ്സുകളല്ല. യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ മതിയാവുമല്ലോ സാറേ? പഴയതൊക്കെ കണ്ടോളൂ, സമയത്ത് നോക്കി കണ്ടോളൂ. എല്ലാം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. അപ്പൊ ശരി, സാറേ ഞാൻ അഡ്മിനെ വിളിച്ചിരുന്നു. ഒരു സംശയം പറഞ്ഞോട്ടെ. നമ്മുടെ 2020 ഞാൻ അഡ്മിഷൻ എടുക്കാനായിട്ട് പറഞ്ഞപ്പോ പറഞ്ഞു ഞായറാഴ്ചത്തെ പ്രോഗ്രാം ഉണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? നമ്മുടെ തൃശ്ശൂരത്തെ പ്രോഗ്രാം കഴിഞ്ഞ് അതുകൊണ്ട് ഉണ്ടല്ലോ, അതും 2020 ഒന്നാണ് എന്നിങ്ങനെ എന്നോട് മുമ്പ് പറഞ്ഞു. അഡ്മിൻ പറയുന്ന പോലെ എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ അല്ല, ഇനിയിപ്പോ 2020 നമ്മൾ തൃശ്ശൂർ പ്രോഗ്രാം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. എനിക്കൊന്നറിയില്ല. ഇതൊക്കെ അഡ്മിന്മാർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. എനിക്കറിയില്ല കൃത്യം ക്ലാസ് എവിടെ എപ്പോഴാന്നൊന്നും. ശരി. ഞാൻ സംശയം ചോദിച്ചാണ്, അറിയാതെ. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു അതോട് ചെയ്തിട്ടുണ്ടല്ലോ, അതുണ്ടല്ലോ, അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞു. ഓക്കെ, ശരി. ഓക്കെ, ശരി. സതി എന്തായാലും പുസ്തകം അവിടെ തന്നെ വാങ്ങിച്ചോ? സതി വരുമ്പോഴേ പുസ്തകം വായിക്കണ്ട, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിക്കൊള്ളാം. അവിടുന്ന് വാങ്ങിച്ചോ, എന്തായാലും ഞാൻ നേരിട്ട് തരാം. ശരി, ആയിക്കോട്ടെ. ഓക്കെ, ശരി. താങ്ക് യു സർ. Thank you, sir. Good night, sir. Thank you.